ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടുവാൻ ഈ ഹോപ്പ്ഫുൾ മിനിസ്ട്രിയിലൂടെ സ്വർഗം നമുക്ക് ഒരുക്കി തന്ന അടിയനെ ഒരുക്കി തന്ന ഈ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. അതിനായി ദൈവം സഹായിച്ച പ്രിയ സോഫി ആന്റിക്ക് നന്ദി പറയുകയാണ്. നമുക്ക് ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് വായിക്കാം കൊലോസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായം 24-ാമത്തെ വാക്യം. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ട അനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തെ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂർപ്പിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. പരിശുദ്ധ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, അങ്ങയുടെ കരങ്ങളിലേക്ക് അങ്ങയുടെ വചനത്തെ സമർപ്പിച്ച് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഈ വചനത്തെ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ അപ്പ. ഇതിനകത്തുനിന്ന് ദൈവത്തിന്റെ ദൂതുകളും ആലോചനകളും മർമ്മങ്ങളും ഞങ്ങളെ വെളിപ്പെടുത്തണമേ കർത്താവേ. ഞങ്ങളുടെ ആത്മാവിൽ നിന്ന് ശുശ്രൂഷിക്കണമേ കർത്താവേ. ഞങ്ങൾ ഓരോരുത്തരും അതിനായി ദൈവം ഒരുക്കണമേ. ശത്രുവിന്റെ ഒരായുധം ഇതിന്റെ നടുവിൽ വെളിപ്പെടുവാൻ അങ്ങ് അനുവദിക്കലെന്ന് പ്രാർത്ഥിക്കുന്നു. ദൂതന്മാരുടെ കാവലും കരുതലും പരിപാലനം ഞങ്ങൾക്ക് ചുറ്റും കർത്താവേ ഹല്ലേലൂയ ഉണ്ടാകുമാറാകട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. തിരുനാമം മഹത്വം എടുക്കണം. പ്രാർത്ഥന കേട്ട കർത്താവിന് നന്ദി. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ പിതാവേ, ആമേൻ, ആമേൻ, ആമേൻ. നമ്മൾ വായിച്ച ഭാഗം ഇങ്ങനെയാണ്. ഹല്ലേലൂയ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ചു ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എന്റെ ജഡത്തിൽ സഭയായ യേശുവിന്റെ ശരീരത്തിനു വേണ്ടി പൂരിപ്പിക്കുന്നു, നികത്തുന്നു. ഹല്ലേലൂയ. പ്രൈസ് ലോർഡ്. എന്റെ പേര് അനീസാജു. ഞാൻ മുളന്തുരുത്തിയിലാണ് താമസിക്കുന്നത്. ഞാൻ ജനിച്ചു വളർത്തപ്പെട്ടത് ഒരു ഹിന്ദു ഈഴവ കുടുംബത്തിലാണ്. എൻ്റെ 18 വയസ്സിലാണ് ഞാൻ രക്ഷയിലേക്ക് കർത്താവിനെ അറിഞ്ഞു വരുന്നത്. ഞങ്ങൾ 3 സഹോദരന്മാരും ഒരു സഹോദരൻ അടങ്ങുന്ന ഒരു കുടുംബം. അത്യാവശ്യം നല്ല നിലയിലൊക്കെ ജീവിച്ചു വന്ന ഒരു കുടുംബത്തില് ഞങ്ങളുടെ യൗവനത്തിൽ തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കർത്താവിനെ കണ്ടെത്തുവാൻ സ്വർഗം ഞങ്ങളുടെ ജീവിതത്തിൽ ഇടയാക്കി. ഏതാണ്ട് ഒരു 24 വർഷത്തോളമായി വിശ്വാസത്തിൽ വന്നിട്ട് ആ സമയങ്ങളിലൊക്കെ ഈ ഇതുപോലെ വിശ്വാസത്തിലേക്ക് വരിക എന്നൊക്കെ പറയുന്നത് കുറച്ച് പ്രയാസമുള്ള ഒരു കാര്യമാണ്. അന്നൊക്കെ ഇത്രയ്ക്ക് വിശാലമായ രീതിയിൽ സഭകളോ കൂട്ടായ്മകളോ അല്ലെങ്കിൽ ഇതുപോലെ സ്വാതന്ത്ര്യത്തോടെ പുറത്തുപോയി ശുശ്രൂഷിക്കുവാനോ അല്ലെങ്കിൽ കൂട്ടായ്മകൾ ആചരിക്കുവാനോ പങ്കെടുക്കുവാനൊന്നും സാഹചര്യങ്ങൾ ഇല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിലാണ് കർത്താവിന്റെ വിളി ഞങ്ങളുടെ കുടുംബത്തിൽ, ഞങ്ങൾ 3 സഹോദരിമാരുടെ ഇടയിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങൾക്ക് ഇടയാക്കിയത്. അല്ലെങ്കിൽ ആ വിളി ഞങ്ങളുടെ ഉള്ളിലേക്ക് ദൈവം തന്ന ഒരു അവസരം അങ്ങനെയാണ്. ഹല്ലേലൂയ. ആ വിശ്വാസത്തിനകത്ത് ഞങ്ങൾ ഹിന്ദുവിൽ നല്ലപോലെ ഹിന്ദു വിശ്വാസത്തിൽ ജീവിച്ചു വന്നെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ ആ വിളി ഞങ്ങളുടെ ജീവിതത്തെ ഒത്തിരി പാടെ മാറ്റി. കാരണം ഞങ്ങൾ 3 സഹോദരിമാര് മൂത്തവര്. അപ്പൊ ഞങ്ങൾ 3 പേരും ഭയങ്കര കൂട്ടായിരുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പരസ്പരം ഭയങ്കര സ്നേഹവും ബന്ധവും വിശ്വാസവും ഒക്കെ ഞങ്ങൾക്ക് കൂടുതലായിരുന്നു. അതുകൊണ്ട് എൻ്റെ അനിയത്തിയാണ് ശരിക്കും ഈ വിശ്വാസത്തിലേക്ക് ആദ്യം വരുന്നത്. അവളാണ് ബൈബിൾ വായിക്കുന്നത്. അവള് വായിച്ച സത്യം അറിഞ്ഞപ്പോഴാണ് അത് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഇടയായത്. അങ്ങനെ ഞങ്ങളും അത് വായിച്ചപ്പോൾ ഞങ്ങൾക്കും മനസ്സിലായി ഇതിനകത്ത് എന്തോ ഒരു സത്യമുണ്ടെന്ന്. അങ്ങനെ ഞങ്ങൾ പതുക്കെ പതുക്കെ ഈ വചനം വായിക്കാൻ തുടങ്ങിയപ്പോൾ ഞങ്ങളുടെ അമ്പലവുമായുള്ള ബന്ധങ്ങളൊക്കെ ഞങ്ങൾ പതുക്കെ ഉപേക്ഷിക്കാൻ തുടങ്ങി. അപ്പൊ ആദ്യ സമയങ്ങളിലൊക്കെ അപ്പനും അമ്മയ്ക്ക് അതൊന്നും വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയില്ല. കാരണം എല്ലാ ദൈവങ്ങളും ഒന്നൊന്ന് ആചരിക്കുന്ന ഒരു കുടുംബത്തിലാണ് ഞാൻ ജനിച്ചു വളർന്നത്. അതുകൊണ്ട് അതിനോട് വലിയ എതിർപ്പൊന്നും അവർ പ്രകടിപ്പിച്ചില്ല. പക്ഷെ പതുക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ പലതിനോട് ഞങ്ങൾ നോ പറയാൻ തുടങ്ങിയപ്പോൾ അത് ഞങ്ങളുടെ കുടുംബത്തിൽ വളരെ വിഷയങ്ങൾക്കെല്ലാം കാരണമായി തീർന്നു. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് മാറാത്ത ദൈവമാണ്. നമ്മുടെ കർത്താവ് മാറാത്ത ദൈവമാണ്. ആ ദൈവത്തിന്റെ വചനത്തിനു മാറ്റമില്ല. ആ ദൈവത്തിന്റെ പദ്ധതിക്ക് മാറ്റമില്ല. ആ ദൈവത്തിന്റെ തീരുമാനങ്ങൾക്ക് മാറ്റമില്ല. ആ ദൈവം എടുക്കുന്ന പ്രവർത്തികൾക്ക് മാറ്റമില്ല. ഒറ്റ വാക്ക് ഉവ്വ ഉവ്വ എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ തന്നെ. ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ അതും അങ്ങനെ തന്നെ. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു വന്നതിന്റെ സാരം, നമ്മൾ ലോകത്തിൽ ജനിക്കുന്നതിന് മുൻപേ, നമ്മുടെ അപ്പനും അമ്മയുടെ ഉദരത്തിൽ നമ്മൾ ജനിച്ച് ഭൂമിയിലേക്ക് വീഴുന്നതിന് മുൻപേ നമുക്കൊരു ജനനം സ്വർഗത്തിൽ നടന്നിട്ടുണ്ട്. ആ ജനനത്തിനകത്ത് ദൈവം നമ്മളെ കുറിച്ച് എഴുതി വെച്ച കുറെ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളെല്ലാം ഭൂമിയിലേക്ക് ഇറങ്ങി വരുമ്പോൾ അത് ഒരു കുടുംബത്തിൽ നമ്മളെ ജനിപ്പിച്ചെങ്കിൽ പോലും അത് നമ്മുടെ അവസാനമല്ല. നമ്മുടെ കർത്താവിനെ അറിയുന്ന നിമിഷം മുതൽ അത് നമ്മുടെ ജീവിതത്തിന്റെ ആരംഭമാണ്. അവിടെ നമ്മൾ വീണ്ടും ജനിക്കപ്പെട്ട് കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം പിന്നെ നമ്മളെ കർത്താവിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും വീണ്ടും ജനിക്കപ്പെട്ടവരാ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഇപ്പോഴും എന്തൊക്കെ ചെയ്തെന്ന് പറഞ്ഞാലും നമുക്ക് നമ്മുടേതായ ലോകത്തിന്റെ അല്ലെങ്കിൽ ജഡത്തിന്റെ കുറെ സ്വാധീനങ്ങൾ നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്. ഞാനും അതിന് ഉത്തമ ഉദാഹരണം തന്നെയാണ്.
ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങള് വിശ്വാസത്തിൽ വന്നെങ്കിലും ഒത്തിരി പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നു പോകേണ്ട സാഹചര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായി. കാരണം എതിർപ്പുകൾ തന്നെയായിരുന്നു മുഖ്യം. പക്ഷെ എന്നാലും ഒളിച്ചും പാത്തും അറിയാതെയും അറിഞ്ഞും ഒക്കെ ഞങ്ങൾ പല ചെറിയ ചെറിയ കൂട്ടായ്മകൾ എവിടെയെങ്കിലും ദൂരത്തൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴൊക്കെ ഞങ്ങൾ പോകുവാൻ ഇടയായി തീർന്നു. അങ്ങനെ പോയി ഒരു ജോലി കാര്യങ്ങളിലൊക്കെ കയറി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ വിവാഹ കാര്യങ്ങളിലേക്കൊക്കെ വന്നപ്പോഴത്തേക്ക് അവിടെ ഭയങ്കര തടസ്സങ്ങളായി. ഞങ്ങളുടെ അച്ഛൻ പറയാൻ തുടങ്ങി, ഫറവോന്റെ ഹൃദയം അദ്ദേഹത്തിലേക്ക് ദൈവം ഒന്ന് പകർന്നു കൊടുത്തു. അപ്പൊ പറയാൻ തുടങ്ങി, ഞാൻ വിവാഹത്തിന് സമ്മതിക്കും, വിവാഹം കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഇവിടെ നിൽക്കാൻ പാടില്ല, നിങ്ങൾ ഭർത്താവിന്റെ കൂടെ പൊയ്ക്കോണം. അത് കഴിഞ്ഞ് പറഞ്ഞു വിവാഹം. അപ്പൊ പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പൊ മനസ്സ് മാറാൻ തുടങ്ങി. അടുത്ത വിചാരം വന്നു, അടുത്ത കാര്യം വന്നു, വിവാഹത്തിനുള്ള സാമ്പത്തിക കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോണം. അതും പ്രാർത്ഥിച്ച് അതിന്റെ കാര്യങ്ങൾ കാശില്ലാഞ്ഞിട്ടൊന്നുമല്ല, ഞങ്ങളെ വിശ്വാസത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും കൊണ്ടുവരണം എന്നുള്ളതായിരുന്നു അവരുടെ ലക്ഷ്യം. രണ്ടുപേരുടെ കുടുംബത്തിലും അമ്പലവും ഉണ്ട്, അതുപോലെയുള്ള ആചാരങ്ങളും പൂജകളൊക്കെ വെച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന രണ്ട് കുടുംബങ്ങളാണ്. അപ്പൊ അതിൻ്റെതായ കുറവുകൾ, കാരണം ഞങ്ങളുടെ അച്ഛന്റെ അമ്മയുടെ ഫാമിലിയിൽ നിന്ന് ഞങ്ങൾ മാത്രമേ ഈ നിമിഷം വരെ ഈ രക്ഷയുടെ അനുഭവത്തിൽ വന്നവരുള്ളൂ, വേറെ ആരും വന്നിട്ടില്ല. പക്ഷെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ 3 സഹോദരികളും ഇന്നും കൃപയാൽ വിശ്വാസത്തിൽ തന്നെ വിവാഹശേഷം ജീവിക്കുന്നു. അതിൽ കർത്താവിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഞങ്ങളുടെ ജീവിതം മുൻപോട്ട് പോയെങ്കിലും വിവാഹ സമയം വന്നപ്പോൾ കുറെ തടസ്സങ്ങളുടെ ശേഷം ഞങ്ങളുടെ പിതാവ് അതിന് അവസാനം സമ്മതിക്കുവാനിടയായി. ആ സമയത്ത് ഞങ്ങളുടെ അമ്മ വളരെ പൂജകളും മന്ത്രങ്ങളും, അതായത് ഞങ്ങൾ അറിയുന്നില്ല, ഞങ്ങളുടെ വിവാഹം നടക്കുന്നില്ല, ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് കല്യാണം കഴിക്കുന്നത്. അപ്പൊ അത് കാരണം ഈ വിവാഹത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുവരാത്ത അപ്പന്റെ ഈ നിർബന്ധമായിരുന്നു അതിനെ കാരണം. അങ്ങനെ വന്ന് ഞങ്ങൾ മുമ്പോട്ട് പോയെങ്കിലും ഈ അമ്മ ഇതിനകത്ത് വെച്ച് ഞങ്ങളെ പുറകോട്ട് വിശ്വാസത്തിൽ നിന്ന് പിന്മാറണം എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ അമ്മ ഇതിനകത്ത് ചെയ്യുവാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കുമ്പം വിവാഹത്തിൻ്റെതായ ഒരു ഒരുക്കം വന്ന് അമ്മ ഒരു ഡേറ്റ് ഇട്ടു. ഈ ഡേറ്റിൽ നിങ്ങളുടെ വിവാഹം നടന്നില്ലെങ്കിൽ ഞാൻ ഞങ്ങളുടെ രീതിയിലുള്ള വിവാഹം നടത്താൻ തയ്യാറാകും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും പിന്നെ അതിൽ നിന്ന് മാറാൻ പറ്റത്തില്ല. അപ്പൊ നമുക്ക് അന്നത്തെ കാലങ്ങളിൽ വിവാഹം ഒന്ന് പോയി അന്വേഷിക്കാൻ നമുക്ക് ആരുമില്ല. പിന്നെ ഇതുപോലുള്ള സഭകളോ കൂട്ടായ്മകളോ ഒക്കെ കുറവായിരുന്നത് കൊണ്ട് അന്വേഷിച്ച് പോവുക, കാര്യങ്ങൾ നടത്തുക എന്നുള്ളതൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരുന്നു. പക്ഷെ എന്നിരുന്നാലും ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്ന പദ്ധതികൾ എന്ന് പറഞ്ഞാൽ നമുക്ക് അത്ഭുതകരമാണ്. സ്തോത്രം. കർത്താവ് എന്നെയും എന്റെ മൂത്ത സഹോദരിക്ക് ഒരുമിച്ച് ഒരു വിവാഹ ബന്ധം ഒരുക്കി. ഒരു ചർച്ചിൽ തന്നെയുള്ള 2 സഹോദരങ്ങളെയാണ് അവിടെ ഞങ്ങൾക്ക് വേണ്ടി ഒരുക്കി. ഒന്ന് പാസ്റ്ററിന്റെ അളിയനും ഒന്ന് പാസ്റ്ററിന്റെ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു പാസ്റ്റർ. അങ്ങനെ 2 പാസ്റ്റർ അന്ന് ജോലിയോട് കൂടെ ചെയ്യുന്നു. അങ്ങനെ 2 പേരെ കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾക്ക് ഒരുക്കി. അങ്ങനെ ഞങ്ങളുടെ കല്യാണം നടക്കുന്നു. ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് മെയ് 24, 2006 മെയ് 24 തീയതിയാണ്. പക്ഷെ ഈ മെയ് 24 തീയതി ഞങ്ങളുടെ കല്യാണം നടക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞങ്ങളുടെ അമ്മ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാരണം ഞങ്ങളുടെ കല്യാണം ഞങ്ങളെ അറിയിക്കുന്നില്ല, ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും അറിയിക്കുന്നില്ല. അവർ സീക്രട്ട് ആയിട്ട് വെച്ചു. കാരണം 2 പേരുടെയും കൂടെ കല്യാണം ഒരു ദിവസം നടക്കുന്നതുകൊണ്ട് എന്തെങ്കിലും രീതിയിൽ അത് ലീക്ക് ഔട്ട് ആയാൽ പിന്നെ മൊത്തത്തിൽ പ്രശ്നങ്ങളാവും. അപ്പൊ അതിനെ കൊണ്ട് എന്റെ പിതാവ് അറിയാണ്ടാണ് കല്യാണം നടന്നത്. ബ്രദറിനോട് ചോദിച്ചപ്പോ അവര് സമ്മതിച്ച്, ചെറുക്കന്മാര് സമ്മതിച്ചു. ആ രീതിയിൽ അപ്പം ഇതിനപ്പുറം അങ്ങനെ സമ്മതിച്ചു. ഈ കല്യാണം നടക്കുക. കല്യാണ ശേഷം ഹോസ്പിറ്റലിലായിരുന്നു അമ്മ. പെട്ടെന്ന് അമ്മയ്ക്ക് ഇച്ചിരി സീരിയസ് ആയി അമ്മ ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ്, അവിടെ വെച്ചാണ് അമ്മ മരിക്കുന്നത്. അപ്പൊ ഈ മരിക്കുന്ന സമയത്ത് അമ്മ ഡോക്ടറെ അടുത്ത് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇൻ കേസ് എന്തെങ്കിലും എനിക്ക് സംഭവിച്ചാൽ എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണമാണ് നാളെ, അവരുടെ 2 പേരുടെയും കല്യാണം ഒരു ദിവസമാണ്, അത് മുടങ്ങാൻ ഡോക്ടർ അവരെ ഒരു കാരണവശാലും അനുവദിക്കരുത്, എങ്ങനെയെങ്കിലും ഡോക്ടർ ആ കല്യാണം നടത്തണം. അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഒരിക്കലും അവർക്ക് വിവാഹ ബന്ധം ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞു. ഇത് കഴിഞ്ഞ് അമ്മയുടെ അടക്ക് കഴിഞ്ഞു. അപ്പൊ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഹാളിലായിരുന്നു കല്യാണം ഓഡിറ്റോറിയത്തിൽ നിന്ന് നേരെ ഞങ്ങൾ ചെല്ലുന്നത് ഞങ്ങളുടെ വീട്ടിലേക്കാ. ആ നേരെ ചെല്ലുമ്പോൾ ഞങ്ങളുടെ അമ്മയുടെ ബോഡി അവിടെ കൊണ്ടുവന്നേക്കുക. അപ്പൊ അതിനകത്തു നിന്നാണ് കർത്താവ് നമ്മളെ പുറത്തെടുക്കുന്നത്. ഹല്ലേലൂയ. അപ്പൊ കല്യാണം അമ്മയുടെ ഫ്യൂണറൽ എല്ലാം കഴിഞ്ഞപ്പോ അവര് ഹിന്ദു ആചാരപ്രകാരമാണ് അതിന്റെ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പൊ അവിടെ പൂജ ചെയ്യാനായിട്ട് വന്ന ഒരു ശാന്തിക്കാരനുണ്ട്. ആ ആള് നമ്മുടെ കുടുംബം, ഞങ്ങൾക്കറിയില്ല, പക്ഷെ അമ്മയായിട്ട് പരിചയമുള്ള, കുടുംബമായിട്ട് പരിചയമുള്ള ഒരു ശാന്തിക്കാരൻ. അദ്ദേഹം ഇങ്ങനെ എന്റെ ബ്രദറിനോടും പിതാവിനോടും പറയുന്നത് ഞങ്ങൾ ഇങ്ങനെ അകത്തിരുന്ന് കേൾക്കുവാണ്. ഞാൻ ഈ ചേച്ചിയോടുത്ത് പറഞ്ഞായിരുന്നു ഇങ്ങനെ കല്യാണത്തിന് ഇങ്ങനെ പൂജ ഒന്നും ചെയ്യണ്ടെന്ന്. ഇപ്പൊ എന്റെ മക്കൾക്ക് ഒരു കല്യാണം നടക്കണം, അതിന് വേണ്ടി പൂജ ചെയ്യണോന്ന് പറയുമ്പം ഈ പുള്ളി പറഞ്ഞു ചെയ്യാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പൊ അമ്മ വേഗം പറഞ്ഞു എന്റെ മക്കള് വിശ്വാസത്തിലാണ്, യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരാണെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോ ഈ ശാന്തിക്കാരൻ പറഞ്ഞു എനിക്ക് യേശുവിനെ പേടിയാ, അതുകൊണ്ട് ഞാൻ ഇത് ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞു.
അപ്പൊ ഈ അമ്മ പറഞ്ഞ് ആ സാരമില്ല, എനിക്ക് എന്തായാലും എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണം നടക്കണം, അതുകൊണ്ട് എനിക്ക് ഇത് ചെയ്തേ പറ്റൂ. അപ്പൊ ഇതിന്റെ നടുവിൽ ഒരാൾ നിന്നാലേ കാര്യം നടക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അമ്മ ഇതിന്റെ നടുവിൽ നിൽക്കുന്നത്. അമ്മക്ക് ഇത് അറിഞ്ഞോ അറിയാതെ അമ്മ ചെയ്തു വെച്ച കാര്യമാണ്. പക്ഷേ അമ്മയുടെ ഒരു വിശ്വാസം ഉണ്ടായിരുന്നു ഞങ്ങളുടെ കാര്യം, കാരണം അമ്മക്ക് അമ്മയുടെ ദൈവത്തിൽ വലിയ വിശ്വാസമായിരുന്നു. അതുകൊണ്ട് അമ്മ പറഞ്ഞത് എന്ത് വന്നാലും ഈ മെയ്യിൽ നിങ്ങളുടെ കല്യാണം നടന്നു, ജൂണിൽ ഞങ്ങളുടെ അമ്മയുടെ ഇഷ്ടപ്രകാരം അമ്മ കല്യാണം നടത്തും എന്ന് പറഞ്ഞാൽ അമ്മയുടെ വിശ്വാസമായിരുന്നു. പക്ഷെ നമ്മുടെ ദൈവം ഹല്ലേലൂയ ഇതിനപ്പുറം വലിയവനാണെന്നുള്ളത് അമ്മയ്ക്ക് അറിയില്ലായിരുന്നു. ഹല്ലേലൂയ. അപ്പൊ ആ 24 മാസം തീരണേന് അവസാന സമയത്ത് ദൈവം നമ്മുടെ മേല് ഞങ്ങളെ വിട്ടുകൊടുക്കാതെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിന്റെ മറവില് മറയ്ക്കുന്നത് പോലെ, കഴുകന്റെ കുഞ്ഞുങ്ങളെ കഴുകൻ പരിപാലിക്കുന്നത് പോലെ ഒരു ശത്രുവിനും വിട്ടുകൊടുക്കാതെ ദൈവം തന്റെ വാഗ്ദത്തം വാക്കും പറഞ്ഞ ദൈവം വിശ്വസ്തനെങ്കിൽ ആ ദൈവത്തിന്റെ പദ്ധതിക്കപ്പുറം വേറൊരു ശബ്ദവും ഉയരത്തില്ലെന്ന് ദൈവത്തിന്റെ ആത്മാവ് ഇതിനകത്തുകൂടെ പല വ്യക്തികളോട് ദൂതറിയിക്കുക. ഹല്ലേലൂയ. നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുന്ന തടസ്സങ്ങൾ, ശത്രു പലവിധത്തിൽ വാടകോരുവാൻ നോക്കുന്ന മണ്ഡലങ്ങളുടെ നടുവില് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുന്നു. നിനക്കൊരു അനർത്ഥവും സംഭവിക്കത്തില്ല, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കത്തില്ല. നിനക്ക് സംരക്ഷണം, നിനക്ക് കോട്ടയും മതിലുമായി പരിശുദ്ധാത്മാവിന്റെ തീമതില് നിനക്ക് ചുറ്റുമുണ്ടെന്ന്, ദൈവത്തിന്റെ ഹിതത്തിന്റെ അപ്പുറം മറ്റൊരു ഹിതമില്ലെന്ന് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കും. ആ ദൈവം ഞങ്ങളെ വിശ്വസ്തനായി എണ്ണിക്കൊണ്ട് ഹല്ലേലൂയ പദ്ധതിയിലേക്ക് കടന്നു പോകാൻ ശത്രുവിന്റെ ആലോചനയെ വ്യർത്ഥമാക്കിക്കൊണ്ട് സ്വർഗം ഞങ്ങളുടെ പദ്ധതികൾ, ദൈവത്തിന്റെ പദ്ധതി ഞങ്ങളിലൂടെ ചെയ്യുവാൻ ആരംഭിച്ചു. അങ്ങനെ ഹല്ലേലൂയ അവിടെ ആ അമ്മയുടെ മരണം അവിടെ സംഭവിക്കുവാനും തിരിച്ച് ഞങ്ങൾ കുടുംബ ജീവിതത്തിലേക്ക് കടക്കുക. ഞങ്ങളുടെ കുടുംബ ജീവിതത്തിലേക്ക് വരുമ്പോൾ എന്റെ ഹസ്ബൻഡ് ഒരു കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടയാൾ, ഒരാളായിട്ട് രക്ഷിക്കപ്പെടും. മീൻസ് അപ്പനും അമ്മയും 2 സഹോദരിമാരും ഉണ്ട്. അവരാരും രക്ഷയിൽ വരാതെ എന്റെ അപ്പ മാത്രം വിശ്വാസത്തിൽ വന്ന്, അതുകൊണ്ട് ഒത്തിരി കഷ്ടം സഹിക്കേണ്ടി വന്നു അദ്ദേഹത്തിന്. പക്ഷെ എന്നാൽ ആ വിളിച്ച ദൈവത്തിൽ വിശ്വസ്തനായി നിന്നുകൊണ്ട് വിശ്വസ്തയോടെ അമ്മ വന്നില്ല. ഞങ്ങൾ ഇങ്ങനെ വിവാഹത്തിൽ ഇങ്ങനത്തെ വിശ്വാസത്തിലാണെന്നുള്ളത് കൊണ്ട് അമ്മ കല്യാണത്തിന് പങ്കെടുത്തില്ല. പിതാവ് അതിനു മുമ്പേ രക്ഷിക്കപ്പെട്ട് അദ്ദേഹം നേരത്തെ തന്നെ അപ്പ വിശ്വാസി വന്നതിന് ശേഷം അപ്പയിലൂടെ രക്ഷിക്കപ്പെട്ട് മരണത്തിന് നിത്യയിലെത്തിയ ഒരു ദൈവ മനുഷ്യന് അപ്പൻ. അതിനുശേഷം അമ്മയ്ക്ക് ഭയങ്കരമായിട്ട് എതിർപ്പായി. ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ആ വീട്ടിൽ കയറാൻ ഞങ്ങൾ അനുവദിച്ചില്ല. ഇവിടത്തെ ഒരു മരണം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലുമ്പോ നേരെ ഞങ്ങളെ വാടക വീട്ടിലേക്കാ പോകുന്നത്. കാരണം ഞങ്ങളോട് പറഞ്ഞ് ഇതിനകത്തോട്ട് കയറണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ നേരെ പിന്നെ അടുത്ത ജീവിതം ആരംഭിക്കാം. പ്രിയമുള്ളവരെ, ഞാൻ മുമ്പേ വായിച്ച വചനത്തിൽ നിന്നും പറയുന്നത് ഇത്രേ ഉള്ളൂ. കർത്താവ് നമ്മളോട് പറയുന്ന ഒരു കാര്യം, കർത്താവിന്റെ ക്രൂശ് അല്ലെങ്കിൽ കർത്താവ് നമുക്ക് വേണ്ടി ക്രൂശ് ചുമന്നപ്പോൾ ഹല്ലേലൂയ പൗലോസ് അപ്പോസ്തലൻ സ്നേഹത്തോടെ എഴുതി വെച്ചൊരു വാചകം. അതിന്റെ പലപ്പോഴും ഞാൻ ഞെരുങ്ങി പോകുന്ന സമയങ്ങളിൽ എന്റെ ദൈവം എന്നെ ഉറപ്പിക്കുന്ന ഒരു വചനമാണ്. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയാം, ഇനി എന്തെങ്കിലും നമ്മൾ ഇത് വിശ്വസിക്കുന്നതും അത് സത്യവുമായ കാര്യം ഇത്രേ ഉള്ളൂ. യേശുക്രിസ്തു നമുക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വചനം വ്യക്തമായി നമ്മളെ അറിയിക്കുന്നു. എന്നാലും ആ ക്രിസ്തുവിനോടുള്ള സ്നേഹത്തിന്റെ ആഴം നിമിത്തം പൗലോസ് അപ്പോസ്തലൻ പറയുന്ന ഒരു കാര്യമാണ്, ഇനി എന്തെങ്കിലും ഒരല്പം മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ സഭയാകുന്ന എനിക്ക് വേണ്ടി ഹല്ലേലൂയ ആ കർത്താവ് മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ അത് അനുഭവിക്കാൻ അല്ലെങ്കിൽ അത് ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണെന്ന് പറയുന്ന ഒരു അഭിഷേകം. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെല്ലാം രക്ഷിക്കപ്പെട്ടവരാ, വിശ്വാസത്തിലാ. പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ മുൻപോട്ടുള്ള യാത്രകളില് ഹല്ലേലൂയ കടന്നു വരുന്നതായ വിഷമങ്ങൾ അല്ലെങ്കിൽ വേദനകൾ, ഇതുപോലുള്ള തകർച്ചകൾ, വീഴ്ചകൾ, ഹല്ലേലൂയ നമ്മൾ ചിന്തിക്കാത്ത വിധത്തിലുള്ളതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മളുടെ വിചാരം ഹല്ലേലൂയ ദൈവമേ അങ്ങേക്ക് തെറ്റുപറ്റിയോ, അല്ലെങ്കിൽ ദൈവം എന്നെ സ്നേഹിക്കുന്നില്ലേ, അല്ലെങ്കിൽ ദൈവം എന്നെ അറിയുന്നില്ലേ, അല്ലെങ്കിൽ ദൈവം എന്നിൽ നിന്ന് അകന്നാണോ നിൽക്കുന്നത്? ഒരിക്കലുമല്ല. കർത്താവ് എന്നോട് പറഞ്ഞൊരു കാര്യം, എത്രത്തോളം ദൈവത്തോട് അടുക്കുന്നുവോ, എത്രത്തോളം ദൈവത്തെ സ്നേഹിക്കുവാൻ നമ്മുടെ ഹൃദയം വാഞ്ചിക്കുന്നുവോ, അവരുടെ ജീവിതത്തിനകത്ത് ഒരു കീറി മുറിക്കൽ ഉണ്ട് പ്രിയമുള്ളവരെ. ആ കീറിമുറിക്കൽ ഇല്ലാത്ത ഒരു വിശ്വാസ ജീവിതം നയിക്കാൻ പറ്റത്തില്ല. കാരണം പൗലോസ് അപ്പോസ്തലനെ ശുശ്രൂഷയ്ക്ക് വിളിക്കുമ്പോ അനന്യാസ് ദൈവത്തോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കർത്താവെ ഇവൻ ദൈവ മക്കൾക്ക് വിരോധമായി, സഭയ്ക്ക് വിരോധമായി എഴുന്നേറ്റ് നിൽക്കുന്ന മനുഷ്യനാ, ഇവന്റെ അടുത്ത് ഞാൻ എങ്ങനെ ചെന്ന് കർത്താവിന്റെ സുവിശേഷം അറിയിക്കും, അല്ലെങ്കിൽ കർത്താവിന്റെ വാക്ക് അവനോട് സംസാരിക്കുമെന്ന് പറയുമ്പോ കർത്താവ് തിരിച്ച് അനന്യാസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, അനന്യാസ് നീ ഭയപ്പെടണ്ട, കാരണം അവനിനി എനിക്ക് വേണ്ടി എന്തെല്ലാം കഷ്ടം സഹിക്കുവാനുണ്ടെന്ന് ഞാൻ ഹല്ലേലൂയ അവന് ഞാൻ അറിയിച്ചു കൊടുക്കും. പിന്നീട് വിളിച്ചപ്പോ കർത്താവ് ഇതൊന്നും പറഞ്ഞിട്ടില്ല. പ്രൈസ് ലോർഡ്. പൗലോസ് അപ്പോസ്തലനെ വിളിക്കുമ്പം, അതുപോലെ നമ്മളെ ആരെയും വിളിക്കുമ്പം കർത്താവ് ഇതൊന്നും പറഞ്ഞിട്ടല്ല നമ്മളെ വിളിക്കുന്നേ.
ഹല്ലേലൂയ. നമ്മളോട് ഇന്നത് നഷ്ടപ്പെടും, ഇന്നത് ലാഭമുണ്ടാക്കും, ഞാൻ നിനക്ക് ഇത് തരാം, അത് തരാം, ഓരോ ഓഫറും കർത്താവ് ചെയ്തിട്ടില്ല. കർത്താവ് ചെയ്ത ഒറ്റ ഓഫറുകൾ, ഞാനായിരിക്കുന്നിടത്ത് നിന്നെയും ഞാൻ കൊണ്ടുപോകും. ഇത് മാത്രമേ ദൈവം കർത്താവ് യേശു നമ്മളോട് സംസാരിച്ചിട്ടുള്ള. ഇതില് വിശ്വസിച്ച് ഇതില് മുറുകെ പിടിക്കാമെങ്കിൽ മാത്രമേ ആ സ്ഥാനത്ത് നമ്മൾക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. അതിലേക്ക് പോകുന്ന വഴിയിൽ എന്റെ ഹസ്ബൻഡ് പറയുന്നൊരു വാക്കുണ്ട്, നമ്മൾ നടന്നു പോകുമ്പോ അല്ലെങ്കിൽ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോ ഒത്തിരി പോസ്റ്റുകൾ നമ്മുടെ മുമ്പിൽ കാണും. അല്ലെങ്കിൽ ഈ പോസ്റ്റുകളെ നോക്കിയാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ കഴിയത്തില്ല. പലതായ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ കാണാം. ഇതിനെ നോക്കി നമ്മൾ വണ്ടി ഓടിക്കാൻ നിന്നാൽ നമ്മുടെ വണ്ടി എത്തേണ്ടയിടത്ത് എത്തത്തില്ല. അല്ലെങ്കിൽ പലയിടത്തും നമ്മൾ വീണു പോകേണ്ട സാഹചര്യങ്ങൾ വരും. അല്ലെങ്കിൽ തളർന്നു പോകാം. പൗലോസ് അപ്പോസ്തലനൊക്കെ അനുഭവിച്ച കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ലൈഫിൽ നമ്മൾ ആരും അതുപോലെ അനുഭവിച്ച വ്യക്തികളില്ല. അല്ലെങ്കിൽ എന്നിട്ടും അല്ലെങ്കിൽ നമ്മൾ പിന്നെയും കർത്താവിനെ അല്ലെങ്കിൽ പിറുപിറുക്കുക, അല്ലെങ്കിൽ ചോദിക്കുക, അല്ലെങ്കിൽ പലതും വാദിക്കുക കർത്താവിനോട്. പക്ഷെ കർത്താവ് ചോദിക്കുന്നുണ്ട്, ഈ കളിമണ്ണിനെ അല്ലെങ്കിൽ ഈ മണ്ണായിരിക്കുന്ന നിന്നെ എന്റെ കയ്യിൽ വെച്ചിട്ട് എനിക്ക് ഇഷ്ടമുള്ള മാനത്തിനായും ഹീനത്തിനായും ഞാനാ പണിയുന്നേ. അതിനകത്തേക്ക് നിനക്ക് ചോദിക്കാൻ എന്ത് അധികാരമെന്ന് കർത്താവ് ചോദിക്കുന്നു. മണ്ണായിട്ടാ നമ്മൾ മെനഞ്ഞിരിക്കുന്നത്, അതിലധികമായിട്ട് ഒന്നും നമുക്കില്ല. പക്ഷെ ആ മണ്ണായ നമ്മളെ ആ കുശവന്റെ കയ്യിലേക്കൊന്ന് കൊടുക്കുവാൻ നമ്മൾ തയ്യാറായാൽ, പ്രിയമുള്ളവരെ, അത് നിസാര കാര്യമല്ല. അതിനെ സംബന്ധിച്ച് അത് നമുക്ക് ഒരു വ്യക്തിക്കും തന്നെത്താൻ കൊടുക്കുവാൻ കഴിയത്തില്ല. കാരണം വിളിച്ച ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ആഴം, ആ ദൈവത്തിന് ആരെയാണോ ഇഷ്ടം, അല്ലെങ്കിൽ ആ ദൈവം ഉയരത്തിൽ നിന്ന് താഴത്തേക്ക് ഭൂമിയിലേക്ക് നമ്മളെ അയക്കുമ്പോൾ ആ ദൈവം ഒന്ന് കണ്ടിട്ട് അയക്കുന്നേ. അവിടെ നമുക്കൊരു ചോദ്യമില്ല, അവിടെ നമുക്കൊരു ഉത്തരവില്ല. അല്ലെങ്കിൽ മറുപടി ഇല്ലാതെ മുട്ടുമടക്കി അടിയൻ ഇതാ, അങ്ങയുടെ ഹിതം പോലെ എന്നിൽ സംഭവിക്കട്ടെ എന്ന് പറയുവാൻ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് അധികാരമുള്ളൂ, അവകാശമുള്ളൂ. അല്ലെങ്കിൽ വിളിച്ചവൻ വിശ്വസ്തനാ. അല്ലെങ്കിൽ ആ ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളുടെ നടുവില് ഒന്നിനും മാറ്റമില്ല. നമ്മുടെ ഭർത്താവ് മാറിപ്പോ, നമ്മുടെ മക്കൾ മാറിപ്പോ. ഇന്ന് പലരും കുടുംബജീവിതത്തിലായിരിക്കുന്നവരാ. പക്ഷെ ഈ കുടുംബജീവിതത്തിനകത്ത് എന്റെ ഹസ്ബൻഡ് എന്നെ വിട്ടു മാറിയപ്പോ ഞാൻ ഒരു സത്യം മനസ്സിലാക്കി. കാരണം ഞങ്ങൾ അതുപോലെ പ്രാർത്ഥനയിലല്ലാതെ മാറിയിരുന്നൊരു ലൈഫ് ഞങ്ങളില്ല. 18 വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചു. മരിക്കുന്ന സമയത്ത് എന്റെ മടിയിൽ കിടന്ന് എന്റെ അപ്പ മരിക്കുന്നത്, എന്റെ മാറിലേക്കും വീണ മരിക്കുന്നത്. പക്ഷെ അപ്പോഴും എനിക്ക് എന്റെ അപ്പ മരിക്കുവാന്ന് ഞാൻ മനസ്സിലാക്കുന്നില്ല. അത്രത്തോളം എനിക്കത് ഇപ്പോഴും ചിന്തിക്കാൻ പറ്റും. കാരണം ഞങ്ങളെ അറിയുന്നവർക്കറിയാം, ഞങ്ങളെ അതുപോലെ ഞങ്ങൾ ജീവിച്ചവരാ. ഒരു വഴക്കോ ദേഷ്യമോ ഒരു കാര്യം ഒരു വ്യക്തിക്ക് ഒന്നും പറയാനില്ല ഞങ്ങൾ. അപ്പൊ അതുപോലൊരു സൈലന്റ് നേച്ചർ. അതുകൊണ്ട് നമുക്ക് ഉപ്പില്ലാത്ത കറി കൊടുത്താലും മിണ്ടത്തില്ല. നമ്മൾ അത് കഴിക്കുമ്പോൾ നമുക്ക് മനസ്സിലായി അതിനകത്ത് ഉപ്പില്ലല്ലോ. ചോദിച്ചാൽ അതിന് ഉപ്പില്ലെങ്കിൽ എന്താ, അത് ഇച്ചിരി ഉപ്പിട്ട് കഴിച്ചാൽ കൊണ്ട് വിഷയം തീർന്നില്ലേ. അല്ലാതെ അതിനകത്ത് ചൂലെടുക്കാനോ വടിയെടുക്കാനോ ആയുധമെടുക്കാനോ വരുന്ന ഒരു വ്യക്തിയിൽ അത്രത്തോളം ശാന്ത സ്വഭാവത്തോടെ കർത്താവിന് വേണ്ടി മാത്രം ജീവിച്ച ഒരു മനുഷ്യനാണ്. ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്ന കർത്താവിന് ഇഷ്ടമുള്ള അവന്റെ വേല തികച്ചാൽ കർത്താവ് എടുക്കും. അവിടെ നമുക്കൊരു കോംപ്രമൈസ് ഇല്ല. നമ്മുടെ കൂടെ ജീവിക്കുമ്പോൾ മാത്രമേ എന്റെ ഭർത്താവായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എന്റെ മക്കൾക്ക് പിതാവായിരുന്നുള്ളൂ. അതിനുശേഷം ഇന്ന് അദ്ദേഹം ആയിരിക്കുന്നത്, ഞാൻ കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവ് എനിക്ക് കാണിച്ചെന്ന വചനമാ. ലൂക്കോസിൽ പറയുന്നുണ്ട്, അല്ലെങ്കിൽ മരിച്ചു കഴിഞ്ഞവരെ സ്വർഗത്തിലെ ദൈവത്തിന്റെ പുത്രന്മാര്, എന്താ പറയാ, ദൈവദൂതന്മാർക്ക് തുല്യരെ, പുനരുദ്ധാന പുത്രന്മാരായി അവർ മാറിക്കഴിഞ്ഞിരിക്കുക. ഇനി അവർക്ക് ഭൂമിയെ കുറിച്ച് ചിന്തിക്കാൻ പറ്റത്തില്ല. ഹല്ലേലൂയ. ഒന്ന് ചിന്തിച്ചു നോക്കി, ഇന്ന് ലോകം അതിന്റെ ഏറ്റവും ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ലോകം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് നിന്ന് ഒരു വ്യക്തി രക്ഷിക്കപ്പെടുക എന്ന് പറയുന്നത് നമുക്ക് ഒരു കാരണവശാലും, ഇപ്പൊ നമ്മളെല്ലാം വിശ്വാസത്തില്ല, പക്ഷെ നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അതുപോലെ പ്രതികൂലങ്ങളുടെ നടുവിലാണ് നമ്മളെല്ലാരും നിൽക്കുന്നത്. ആ പ്രതികൂലങ്ങളുടെ നടുവിൽ ഇരിക്കുമ്പോഴും ദൈവത്തിന്റെ കൃപയാൽ ദൈവം അപ്പനോട് സംസാരിച്ച് പ്രാർത്ഥിച്ച് ഒരുങ്ങി കർത്താവിന്റെ സന്നിധിയിലേക്ക് എടുക്കപ്പെടുവാൻ ദൈവം ആ മനുഷ്യന് അവസരം ഒരുക്കിയപ്പോൾ ഞാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ അത്ഭുതപ്പെട്ടു പോയി. കാരണം ഇതുപോലൊരു അവസരം നമുക്ക് കിട്ടുമോ എന്ന് അറിയില്ല. കാരണം ദൈവവുമായിട്ട് അതുപോലൊരു ബന്ധത്തിൽ പോയ ആ ദൈവപുരുഷനെ ദൈവം മാനിച്ചു എന്നുള്ളതാണ്. ഹല്ലേലൂയ. നമ്മുടെ എല്ലാ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും എന്റെ ഭർത്താവിനെ പുകഴ്ത്തി പറയുന്നതല്ല. കാരണം ഞാൻ സത്യത്തിൽ എന്റെ ഹസ്ബൻഡ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോഴാണ് മരണം എന്ന ചിന്ത എന്റെ ജീവിതത്തിൽ ചിന്തിക്കാനായിട്ട് ഞാൻ തുടങ്ങിയത്. അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് ജീവിക്കും, കുറെ നാള് ജീവിക്കും, മക്കളുടെ തലമുറയൊക്കെ കണ്ട് ഇവിടെ അടിച്ചു സുഖിച്ച് സന്തോഷത്തോടെ ജീവിക്കുന്ന ഒരു അനുഭവം സത്യത്തിൽ ഞാൻ വിചാരിച്ചേ. അല്ലല്ലോ. പക്ഷെ ആ വേർപാട് എന്റെ ചിന്തകളെ ഒത്തിരി മാറ്റി. വചനം പറയുന്നത് നിങ്ങളുടെ ചിന്തകളല്ല എന്റെ ചിന്ത, എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങൾ എന്ന് പറയുന്ന പോലെ ഇനിയും ഈ ലോകത്തെ കുറിച്ച്
വിശ്വസിച്ചിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ പദ്ധതി, ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള പദ്ധതി മാറിപ്പോകുമെന്ന് ദൈവത്തിന് മനസ്സിലായപ്പോ തക്ക സമയത്ത് ദൈവം തന്റെ ദാസനെ ഈ ലോകത്തിൽ നിന്നും വേർപെടുത്തി. ഹാലേലൂയ. കാരണം താൻ ഏൽപ്പിച്ച ശുശ്രൂഷ നമ്മൾ ബാറ്റൻ കൈമാറുന്നത് പോലെയാ. അദ്ദേഹം വന്നു ഒരു സഭയുടെ ആരംഭം കുറിച്ചു. ഹാലേലൂയ. 5-6 ദൈവ മക്കളെ അതിനകത്ത് ആക്കി. ഹാലേലൂയ. കർത്താവ് സ്റ്റോപ്പ് ചെയ്യിപ്പിച്ചു. അടുത്ത ആളിലേക്ക് ബാറ്റൻ മാറ്റി ആളെ കർത്താവ് എടുത്തു. ഇതാണ് കർത്താവിൽ വിശ്വാസം, കർത്താവിലുള്ള ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. ഇതിനകത്ത് നമുക്ക് ഹാലേലൂയ 100 വർഷം നമ്മൾ ജീവിച്ചിട്ട് ഈ കർത്താവിനെ അറിഞ്ഞില്ലെങ്കിൽ, ജീവിക്കേണ്ടത് പോലെ ജീവിച്ചില്ലെങ്കിൽ, സാക്ഷ്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എന്റെ ഹസ്ബൻഡ് മരിച്ച സമയത്ത് കൃപയാല് സാക്ഷ്യം പറയുവാൻ ദൈവം അവസരം തന്നു. അവസരം തന്നപ്പോൾ ഹാലേലൂയ സാക്ഷ്യം പറഞ്ഞതിന് ശേഷം അടുത്ത ദിവസം ഒരു ആന്റി എന്നെ കണ്ടപ്പോ 1-2 പേര് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്, സിസ്റ്ററെ എന്റെ ഹസ്ബൻഡ് മരിച്ച ഞാൻ എന്ത് സാക്ഷ്യം പറയും, എനിക്ക് പറയാനില്ലല്ലോ എന്ന്. ഞാൻ ആദ്യം ചിരിച്ചെങ്കിലും രണ്ടാമത് അത് എനിക്ക് ഒത്തിരി ഭാരമായി തോന്നി. അഹങ്കരിച്ചതല്ല, ഞാൻ ചിന്തിക്കുക അത് ഒരു കൃപയാ. ഹാലേലൂയ. നമ്മുടെ മക്കളെ കുറിച്ച്, നമ്മുടെ ഭർത്താവിനെ കുറിച്ച്, നമ്മുടെ ഭാര്യയെ കുറിച്ച്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ഒരാൾ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടുമ്പോൾ അവരെ കുറിച്ച് 2 വാക്ക് സഭയുടെ മുമ്പിൽ, ദേശത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുവാൻ നമ്മുടെ ജീവിതത്തിൽ ഇല്ല എങ്കിൽ നമ്മുടെ ഈ ജീവിതം കൊണ്ട് എന്ത് അർത്ഥമാ ഉള്ളത്? അല്ലെങ്കിൽ നമ്മളെല്ലാം വിശ്വാസികളാ, കർത്താവിനെ പിൻപറ്റുന്നവരാ. പക്ഷെ നമ്മൾ വിളിച്ചു പറയുമ്പോ എന്റെ ആ കൂട്ടുകാരി എന്നോട് പറഞ്ഞ, ഞാൻ എന്ത് വിളിച്ചു പറഞ്ഞാലും എന്റെ കുടുംബത്തെ കുറിച്ച് നന്നായി അറിയുന്നവർ അവിടെ നിൽക്കുന്നവരെല്ലാവരും, അവരുടെ മുമ്പിൽ ഞാൻ എന്ത് വിളിച്ചു പറയുമെന്ന്. ഹാലേലൂയ. ഹാലേലൂയ. അതെന്നെ ഒത്തിരി ചിന്തിപ്പിച്ചു. കാരണം സത്യമാത്. കാരണം എന്താ നമ്മൾ പറയാ സാക്ഷ്യമായിട്ട്? നമുക്ക് കള്ളം പറയാൻ പറ്റുമോ? ഹാലേലൂയ. സത്യം പറയാൻ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം, അല്ലെങ്കിൽ ആ വ്യക്തിക്കുണ്ടാവണം. ഹാലേലൂയ. ഇത് ഞാൻ ഒരിക്കലും മറ്റൊരു ഇതായിട്ട് പറയുന്നതല്ല. നമ്മുടെ ജീവിതത്തെ നമ്മളൊന്ന് തിരിച്ച് ചിന്തിക്കാൻ തുടങ്ങണം. ഈ നാളുകളിൽ ജീവിതത്തിന്റെ അവസാന സമയങ്ങളിൽ നമ്മൾ നിൽക്കുന്ന, ഇപ്പൊ ഓരോ ദിവസം 56, 40 അല്ലെങ്കിൽ 60, 70 ഒക്കെ ആയവർ പെട്ടെന്ന് പെടാന്ന് ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകുക. ഹാലേലൂയ. നമ്മുടെയൊക്കെ സമയം എത്രത്തോളം ഉണ്ടെന്നൊന്നും നമുക്കറിയില്ല. ഹാലേലൂയ. ഇനിയുള്ള ശേഷിപ്പുകളിൽ കർത്താവിന്റെ ക്രൂശ് ചുമക്കുവാൻ, കർത്താവിന്റെ സാക്ഷിയാകുവാൻ, കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ. പൗലോസ് പറയും, എനിക്ക് ജീവിച്ചാലും ക്രിസ്തു, മരിച്ചാലും ക്രിസ്തു. നമുക്ക് പറയാൻ പറ്റുമോ? നമ്മൾ പറയും, മരിക്കല്ലേ, എന്റെ കുഞ്ഞുങ്ങളുടെ കല്യാണമുണ്ട്, അവർക്കൊരു ജോലി കിട്ടില്ല, വീടിന്റെ പണി പൂർത്തീകരിച്ചില്ല, ശുശ്രൂഷ പകുതിയായുള്ളൂ, മറ്റു കാര്യങ്ങൾ നടന്നില്ല. ഇതെല്ലാം പറയുവാനാണ് നമ്മൾ ഒരുങ്ങുന്നത്. ഹാലേലൂയ. ഇതിനാണ് കർത്താവ് നമ്മളെ വിളിച്ചത്. കർത്താവ് ഏത് സമയത്ത് വിളിച്ചാലും പോകുവാൻ നമ്മൾ തയ്യാറാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ എവിടെയെല്ലാം നമുക്ക് ഇതുപോലുള്ളതായ സംശയങ്ങളുടെ നടുവില നമ്മൾ നിൽക്കുന്നത്. നമുക്ക് നമ്മളുടെ ജോലിയാ നമുക്ക് മുഴുവനും, അതൊരു ആരാധന, അല്ലെങ്കിൽ അതാണ് ദൈവം, അതായിട്ടാണ് നമ്മൾ പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ മക്കളാ, അല്ലെങ്കിൽ നമ്മുടെ ഭർത്താക്കന്മാരാ, അല്ലെങ്കിൽ നമ്മുടെ ഭാര്യമാരാ, അല്ലെങ്കിൽ നമ്മുടെ കൂടപ്പറപ്പുകളാ. സത്യം പറയാൻ കേട്ടോ, ഞാൻ എന്റെ ഭർത്താവിനോട് അതുപോലത്തെ ഒരു ബന്ധത്തിലായിരുന്നു. എന്റെ ഭർത്താവും ഞാനെന്ന് പറഞ്ഞ് എനിക്ക് അദ്ദേഹത്തെ ഇല്ലാത്തൊരു നിമിഷം പറ്റത്തില്ല. ഞങ്ങൾ നല്ല ഫ്രണ്ട്സാ, എന്ത് കാര്യം തുറന്നു പറയാം. അതുപോലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല. കാരണം ഒരു ഭർത്താക്കന്മാരും അല്ലെങ്കിൽ ഒരു ഭാര്യമാരും പരസ്പരം അത്രയും തുറന്നു പറയുന്ന എവിടെയെങ്കിലും ഉണ്ടോന്ന് എനിക്ക് അറിയില്ല. അവിടെ എല്ലാം വഴക്കുണ്ടാകും, പ്രശ്നം ഉണ്ടാകും. പക്ഷെ ഞങ്ങൾ നല്ല ഫ്രണ്ട്സ്. എല്ലാ കാര്യം കല്യാണം കഴിഞ്ഞ നാൾ തുടങ്ങി മരണത്തിന്റെ തലേ ദിവസം, പ്രിയമുള്ളവരെ, എന്റെ അപ്പ ഉറങ്ങിയിട്ടില്ല, ഞാനും ഉറങ്ങിയിട്ടില്ല. ഞങ്ങൾ രണ്ടുപേരും കൂടെ വിശേഷങ്ങളെ പറയാം, മൊത്തം വിശേഷം പറയും. എന്തൊക്കെയാ പറഞ്ഞത് എനിക്കറിയില്ല. ഇതെല്ലാം കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം ഞായറാഴ്ച രാവിലെ എന്റെ അപ്പ എന്റെ അടുത്തുനിന്ന് പോകുന്നത്. അപ്പൊ ഞാൻ ചിന്തിക്കുക, ഹാലേലൂയ, ഇതുപോലെ സംസാരിച്ചിരുന്ന ഒരു വ്യക്തി ഒറ്റ സെക്കൻഡിൽ നമ്മുടെ അടുത്തുനിന്ന് മാറിപ്പോകുമ്പോൾ നമുക്കുണ്ടാകുന്ന ഭാരം ഒന്ന് ആലോചിച്ച് വെക്കേ. ഞാൻ തകർന്നുപോയി. എനിക്ക് എന്റെ ബോധം ഓർമ്മയെല്ലാം പോയി. പക്ഷേ എന്റെ കർത്താവ്, എന്റെ കുഞ്ഞുങ്ങൾ എന്നെ തിരിച്ചു കൊണ്ടുവന്ന്, എന്റെ കുഞ്ഞുങ്ങൾ എന്നോട് പറഞ്ഞു, കർത്താവ് അപ്പയുടെ സമയം കഴിഞ്ഞപ്പോൾ അപ്പയെ എടുത്തതാ. അമ്മ ധൈര്യപ്പെടണം. ഇനിയുള്ള ശുശ്രൂഷ കർത്താവ് നമ്മളെ ഏൽപ്പിച്ചിരിക്കുക. എത്രത്തോളം ഉണ്ടെന്ന് നമുക്കറിയില്ല. നമ്മൾ ചെയ്ത് തീർക്കേണ്ടതാ ഇനിയുള്ളത്. കാരണം ദൈവത്തിന് തെറ്റ് പറ്റത്തില്ല അമ്മ. ദൈവം വിശ്വസ്തരാ. നമ്മളെ വിളിച്ചിരിക്കുന്നത് കർത്താവിന്റെ വേല ചെയ്യാനാ. നമ്മൾ എവിടെയായിരുന്നാലും എങ്ങനെയായിരുന്നാലും നമുക്ക് ഏൽപ്പിച്ചിരിക്കുന്ന വേല കർത്താവിനെ സാക്ഷീകരിക്കുക എന്നുള്ളതാ. അവിടെ നമുക്ക് അയ്യോ എനിക്ക് കഴിവില്ല, നമുക്ക് എന്താണോ തന്നിരിക്കുന്നത് അല്പമേ ഉള്ളൂ, അതിനെ നമ്മൾ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്തുക. പ്രാർത്ഥിക്കാനാണ്, പാടാനാണ്, ആരാധിക്കാനാണ്, ഒരാളെ സഹായിക്കാനാണ്, ഒന്ന് തട്ടി ആശ്വസിപ്പിക്കാനാണ്, പോട്ടെന്ന് പറഞ്ഞ് ബലപ്പെടുത്താനാണ്. ഹാലേലൂയ. ഇവിടെ എല്ലാത്തിലും അല്ലെങ്കിൽ നമ്മുടെ കഴിവ്, നമുക്ക് ദൈവം തന്ന കൃപ എന്തെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആ കർത്താവിലേക്ക് നമ്മൾ നിറങ്ങി ചെല്ലുവാൻ തയ്യാറായാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറും. ഹാലേലൂയ. കർത്താവ് നമുക്ക് ഹാലേലൂയ വെച്ചിരിക്കുന്ന ആ വിളി, നമ്മളെ കുറിച്ച് എന്താണോ ദൈവം കണ്ടിരിക്കുന്നത് ആ പദ്ധതിയിലേക്ക് ദൈവം നമ്മളെ നിശ്ചയമായും കൊണ്ടുപോകും. അതിനകത്തൊരു മാറ്റവും ഇല്ല. കാരണം ആ നിശ്ചയം കർത്താവിന്റെയാ.
ആ നിശ്ചയം കർത്താവിന്റെ, അത് തിന്മയ്ക്കല്ല, അത് നന്മയ്ക്ക്. നമ്മളെല്ലാരും ഈ ലോകത്തിൽ ജീവിച്ചിട്ട് കഷ്ടങ്ങളും നഷ്ടങ്ങളും കണ്ട് നമ്മൾ പതറി നിൽക്കുക, അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടത്തൊക്കെ കാണുന്ന നന്മകളെ കാണുമ്പോൾ നമുക്കത് കിട്ടിയില്ലല്ലോ എന്ന് ഓർത്ത് നമ്മൾ ഭാരപ്പെടുക. പക്ഷെ കർത്താവ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഹല്ലേലൂയ, നീ നാളെ മരിച്ച നിന്റെ ആത്മാവ് എങ്ങോട്ടാ പോകുന്നേ? നീ അവിടെ ചെല്ലുമ്പോ നിനക്ക് സമ്പാദിച്ച് നീ വല്ലതും വെച്ചിട്ടുണ്ടോ? പൗലോസ് അപ്പോസ്തലൻ ചോദിക്കും, നിങ്ങളാ എന്റെ പ്രശംസയും എന്റെ സന്തോഷവും. ഹല്ലേലൂയ, നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് പറയാൻ പറ്റുമോ? നാളെ കർത്താവിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുമ്പോ കർത്താവ് പറയാ, പൗലോസ് അപ്പോസ്തലൻ നേടിയ ആൾക്കാരെ അവിടെ കാണിക്കുമ്പം ഹല്ലേലൂയ അദ്ദേഹം പറയും, നിങ്ങളാ നാളെ ദൈവസന്നിധിയിൽ എന്റെ പ്രശംസയും സന്തോഷവും. ഹല്ലേലൂയ. അങ്ങനെ നോക്കിയാൽ നമുക്ക് എന്തുണ്ടാവും അവിടെ ചെല്ലുമ്പോ? യാക്കോബ് അപ്പോസ്തലൻ പറയുന്നുണ്ടല്ലോ, നിങ്ങൾ ലജ്ജിച്ചു പോവാൻ ഇടവരുത്തരുത് ദൈവസന്നിധി ചെന്ന് നിൽക്കുമ്പോ. നമ്മൾ ഇവിടെ ഇപ്പോഴും തിന്നു കുടിച്ചു ഉടുത്തു ഒരുങ്ങി, ഞാൻ ആരും മറ്റു രീതിയിൽ സംസാരിക്കാൻ, എന്റെ ജീവിതം തന്നെ ഞാൻ പറയും, എന്റെ ലൈഫിനെ ശരിക്കും പിടിച്ചു കുലുക്കി. കാര്യം കർത്താവിന് മനസ്സിലായി, ഇങ്ങനെ പോയാൽ അപ്പൊ ഞാനും കൂടെ പോയ ദൈവം ഞങ്ങളെ കുറിച്ച് കണ്ടിരിക്കുന്ന പദ്ധതി മുമ്പോട്ട് ചെയ്യാൻ പറ്റത്തില്ലെന്ന്. നമ്മളിൽ പലർക്കും പലതും നഷ്ടപ്പെട്ടവരാ ഇതിനകത്ത് കൂടിയിരിക്കുന്നത്. പക്ഷെ ആ നഷ്ടമൊന്നും നമുക്ക് നഷ്ടമല്ല. ആ നഷ്ടമെല്ലാം നമുക്ക് ലാഭമാകുന്ന ഒരു മണ്ഡലമുണ്ട്, ലാഭമായി കാണുന്ന ഒരു സ്ഥലം ണ്ട്. അവിടേക്കാ ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. നമ്മളെല്ലാം ഈ വചനം പറയുന്ന ഉയരത്തിലുള്ളത് ചിന്തിക്കാൻ പറഞ്ഞു, പക്ഷെ നമ്മളെല്ലാവരും ഈ ലോകത്തിലുള്ളതിൽ തന്നെ ഇപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഹൃദയത്തെ, നമ്മുടെ ആത്മാവിനെ നമ്മൾ ഉയരത്തിലേക്കൊന്ന് ചിന്തിക്കുവാൻ തയ്യാറായ, ഹല്ലേലൂയ, ഈ ലോകത്തിലുള്ള നഷ്ടങ്ങളെ മാറ്റിക്കൊണ്ട് സ്വർഗത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുവാൻ തയ്യാറായ, നമ്മുടെ ജീവിതത്തിന്റെ അതിരുകളെ നമ്മൾ വിശാലമാക്കുവാൻ ഏൽപ്പിച്ചു കൊടുത്താല്, ഹല്ലേലൂയ, കർത്താവ് ഹല്ലേലൂയ അതിനകത്ത് വലിയ വലിയ പ്രവർത്തികൾ. ഹല്ലേലൂയ, ശിംശോനോട് ചോദിക്കുന്ന, ശിംശോനല്ല ഗിദെയോനോട് ചോദിക്കുന്നുണ്ട്. ഗിദെയോൻ പറയുന്നുണ്ട്, യഹോവ നമ്മുടെ കൂടെ ഉണ്ടായിട്ട് ഇതാണ് നമുക്ക് സംഭവിച്ചതെന്ന്. അല്ലേ? അങ്ങനെയല്ലേ ഗിദെയോൻ ചോദിക്കുന്നത്? പക്ഷെ നമ്മൾ ചോദിക്കുന്നുണ്ട്, ഞാൻ ചോദിച്ചിട്ടുണ്ട്, കർത്താവേ അങ്ങ് എന്റെ കൂടെ ഉണ്ടായിട്ട് ഇതാണ് എനിക്ക് സംഭവിച്ചേ. അമ്മ എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളായിരുന്നു എന്റെ അമ്മ. അമ്മയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി എന്നെ കുറിച്ച് എന്റെ വീട്ടുകാർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആ മനസാക്ഷി സൂക്ഷിപ്പിക്കുന്ന ആളെ കർത്താവ് അങ്ങോട്ട് എടുത്തു. അത് കഴിഞ്ഞപ്പോ കുടുംബജീവിതത്തിലേക്ക് വന്നപ്പോ എനിക്ക് ഏറ്റവും എല്ലാം അങ്ങനെ തുറന്നു പറഞ്ഞു, ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് ഞാൻ ഇങ്ങനെ സംസാരിക്കുക, അപ്പൊ സൈലന്റ് ആയിട്ട് എല്ലാം കേൾക്കും. അങ്ങനെ ഞാൻ എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വ്യക്തി ഒറ്റപ്പെട്ടെന്ന് എന്റെ അടുത്ത് നിന്ന് അങ്ങ് മാറിപ്പോയപ്പോ ഒന്ന് ചിന്തിച്ചു നോക്കി, എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അങ്ങനെ ഇരുന്ന എന്നെ അപ്പൊ ഞാനിങ്ങനെ ചോദിക്കും, കർത്താവേ ഹല്ലേലൂയ, എന്തുവാ ദൈവം എന്റെ കൂടെ ഉണ്ടായിട്ട് ഇതാണോ എനിക്ക് സംഭവിച്ചത്? ഗിദെയോൻ ചോദിച്ചതുപോലെ. പക്ഷെ കർത്താവ് നമ്മുടെ കൂടെ ഉള്ളത് കൊണ്ടാ നമുക്കിത് സംഭവിച്ചേ. കാരണം ഗിദെയോനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടായിരുന്നു. അവന്റെ അപ്പന്റെ അശേര പ്രതിഷ്ഠകളെ വെട്ടി അതിനെ കത്തിച്ച് യാഗമാക്കാൻ ദൈവം അവനോട് പറഞ്ഞു. അതിനു വേണ്ടി ഗിദെയോനോട് പറഞ്ഞു, നീ എന്റെ ഈ കിട്ടിയ ബലത്തോടെ പൊക്കോ. ഏതാ? ആ മുന്തിരിച്ചക്കിന്റെ ഇടയിൽ നിന്നോണ്ട് ഗോതമ്പ് ചക്കിന്റെ ഇടയിൽ നിന്ന് മുന്തിരി ആട്ടിയപ്പോ അവന് കഴിവുണ്ടെന്ന് ദൈവത്തിന് മനസ്സിലായി. നമ്മൾ ഉറക്കത്തിലും എന്താ പറയുക രഹസ്യത്തിലൊക്കെ വന്ന് പ്രാർത്ഥിക്കുന്നത് ദൈവം കാണുന്നുണ്ട് കേട്ടോ. രാത്രിയുടെ യാമങ്ങളില് ചില ബന്ധങ്ങളൊക്കെ നമുക്ക് മാറ്റി വെച്ചിട്ട് നമ്മൾ ഒളിച്ചു വന്ന് ദൈവസന്നിധിയിൽ ഇരിക്കും. കാരണം ആ ദൈവത്തോടുള്ള സ്നേഹത്തിന്റെ ആഴം, നമുക്ക് എന്താ പറയാ, രണ്ടിനെ നമുക്ക് പിരിക്കാൻ പറ്റില്ല. ചിലപ്പോ ഭർത്താവിനെ പിരിക്കാൻ പറ്റില്ല, ചിലപ്പോ മക്കളെ പിരിക്കാൻ പറ്റില്ല, ചിലപ്പോ അതുപോലെ ഭാര്യനെ പിരിക്കാൻ പറ്റില്ല, മോനെ പിരിക്കാൻ പറ്റില്ല. കാരണം അതുപോലെ ഒരു ഇന്റിമസി അതിനകത്ത് ഇങ്ങനെ നിറഞ്ഞിരിക്കുക. നമുക്ക് ദൈവത്തെയും വേണം ഇവരെയും വേണം, രണ്ടും കൂടി ഇങ്ങനെ ചേർത്ത് പിടിക്കുന്ന സമയത്ത് നമ്മൾ ഞെരുങ്ങുന്ന ഒരു മണ്ഡലമുണ്ട്. അനുഭവിച്ചവർക്കറിയാം. അവിടെ നമുക്ക് കർത്താവിനെ വിടാൻ പറ്റില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, എനിക്ക് നിന്നെയാ വേണ്ടേ, എനിക്ക് നിന്നെയാ വേണ്ടേ, എനിക്ക് നിന്റെ മകനെയല്ല, നിന്റെ മകളെയല്ല, നിന്റെ ഭർത്താവിനെയല്ല, നിന്റെ അപ്പനെയല്ല, നിന്റെ അമ്മയല്ല. കർത്താവ് എന്നോട് പറഞ്ഞു, എനിക്ക് നിന്നെയാ വേണ്ടേ. നമ്മളെ കർത്താവിന് വേണമെങ്കിൽ ഹല്ലേലൂയ നമ്മളെ പൂർണ്ണമായും കർത്താവിന് വേണം. നമുക്കൊരു സ്വഭാവം, നമുക്ക് 2 മക്കളുണ്ട്, അല്ലെങ്കിൽ എത്ര മക്കളുണ്ടെങ്കിലും ഭർത്താവിനെ കൂടുതൽ അപ്പനെ കൂടുതൽ സ്നേഹിച്ച, അമ്മേനെ കൂടുതൽ സ്നേഹിച്ച ഒരു ചെറിയ കുശുമ്പ് നമ്മൾ അവിടെ കാണിക്കാറുണ്ട്, ഇല്ലേ? അത് നമ്മളിൽ ഒരു സ്വഭാവമാണെങ്കിൽ ആ സ്വഭാവത്തിന്റെ ഉടയവൻ ആരാന്നറിയാമോ? നമ്മുടെ കർത്താവാ. നമ്മുടെ കർത്താവിന്റെ സ്വഭാവത്തിലും രൂപത്തിലും അല്ലേ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ ആ സ്വഭാവം നമ്മളിലും ഉണ്ട്. അതുകൊണ്ട് നമുക്ക് നമ്മളിൽ ആ ഒരു സ്വാർത്ഥത നമ്മൾ കാണിക്കുന്നത്. അപ്പൊ കർത്താവ് പറയുകയാണ്, എനിക്ക് നിന്നെ മുഴുവനായും വേണം. വിട്ടുകൊടുക്കാൻ തയ്യാറാണോ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റുമോ? കർത്താവ് ചോദിക്കും, എനിക്ക് നിന്നെ മുഴുവനായും വേണം. ആ മുഴുവനായും എന്ന് പറയുന്നതിന്റെ അല്പം പോലും അങ്ങോട്ടും ഇങ്ങോട്ടും മാറാൻ പറ്റില്ല. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ ദൈവത്തോട് എന്തോരം കാര്യങ്ങളാ ചോദിച്ചു വാങ്ങിക്കുന്നത്, ഇല്ലേ? അത് തന്നില്ലെങ്കിൽ കുറ്റം, പിറുപിറുക്കല് പറയും, ഇതെല്ലാം നമ്മൾ ചെയ്യും. പക്ഷേ ഹല്ലേലൂയ കർത്താവ്
നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാലോ? നമ്മളിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് ചോദിച്ചാൽ നമ്മൾ കൊടുക്കുവോ? ദൈവം നമുക്ക് തരുന്നവൻ മാത്രമല്ല, ഗീവ് ആൻഡ് ടേക്ക്. നമ്മൾ കൊടുക്കാൻ നമ്മളെ തന്നെയാ കർത്താവ് ചെയ്യുന്നത്. പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെലവാക്കാൻ ഞാൻ തയ്യാറാ. നമുക്ക് ആർക്ക് പറയാൻ പറ്റും? ചെലവാക്കാൻ പറ്റും. ചെലവാകാം. ആർക്ക് വേണ്ടി? കർത്താവിന് വേണ്ടി. നമുക്ക് പറ്റുമോ? നമ്മളാകുമോ? എന്തെങ്കിലും വരുമ്പോ അയ്യോ ആ വീട്ടിൽ എന്തെങ്കിലും ആവശ്യം നമ്മുടെ ഉള്ളിലേക്ക് വരും, നമ്മൾ അതിന്റെ പുറകെ പോകും, പ്രാർത്ഥനയും ബുക്ക് അവിടെ അടച്ചു വെക്കും. പിന്നെ ഒരു 2 മണിക്കൂർ, ചിലപ്പോ 2 ദിവസം കഴിഞ്ഞ് വന്നായിരിക്കും അതൊന്ന് തുറന്നു നോക്കുന്നത്. കാരണം നമുക്ക് ഇവിടെ തിരക്കാ, എപ്പോഴും തിരക്കാ. പക്ഷേ കർത്താവ് ചോദിക്കുക, എനിക്ക് നിന്നെ വേണം, നിന്നെ എനിക്ക് തരാവോ? അബ്രഹാമിനോട് ചോദിച്ചതാ, നീ സ്നേഹിക്കുന്ന നിന്റെ ആ ഏകജാതനായ, നീ ഏറ്റവും അധികം സ്നേഹിക്കുന്ന നിന്റെ ഏകജാതനായ നിന്റെ മകനായ ഇസഹാക്കിനെ എനിക്ക് തരാവൂ. കർത്താവ് ചോദിക്കുന്നത് ചെറുതായ കാര്യമൊന്നും ചോദിക്കില്ല. നമ്മൾ ഏതിലാണ് സ്റ്റിക്ക് ഓൺ ചെയ്തിരിക്കുന്നതെന്ന് കർത്താവിന് അറിയാം. അത് കർത്താവ് വലിച്ചെടുക്കും. അവിടെ ആ കർത്താവിന്റെ സ്നേഹത്തെ അളക്കുന്ന. അതാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, എന്ത് കഷ്ടതയോ ദാരിദ്ര്യമോ പട്ടിണിയോ നഗ്നതയോ എന്ത് വന്നോട്ടെ, ആ കർത്താവിന്റെ സ്നേഹത്തിൽ നിന്ന് എന്നെ പിരിക്കാൻ പറ്റത്തില്ല. കാരണം അതുമാതിരി ഇന്റിമസിക്കാത്ത പൗലോസ് അപ്പോസ്തലൻ ജീവിക്കുന്നത്. താൻ എല്ലാം കർത്താവിനെ ഏൽപ്പിച്ചു കൊടുത്തു. തന്റെ ജീവൻ പോലും കർത്താവിന്റെ കയ്യിലായിരിക്കുന്നു. തനിക്ക് ഇഷ്ടമല്ല, ദൈവത്തിന് ഇഷ്ടം. എന്ത് ചെയ്യണമോ അതുപോലെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാൻ നമ്മളെ കൊണ്ട് പറ്റുമോ? സത്യത്തിൽ നമ്മളെ പിടിവിടുന്ന സമയമാ സോഫിയ ആന്റിക്ക് അത് മനസ്സിലാകും, എനിക്കറിയാം. നമ്മൾ തകർന്നു. ഇന്ന് ഞാൻ ഇവിടെ ഈ ഇത്ര ധൈര്യത്തോടെ നിങ്ങളുടെ മുമ്പിലിരിക്കും. എന്റെ ഹൃദയത്തിൽ നിന്ന് പറിച്ചെടുത്തണ്ടാ പോയെ. ഞാനിത് കർത്താവിനോട് ചോദിച്ചപ്പോ കർത്താവ് തിരിച്ച് എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിന്റെ ഹൃദയത്തിൽ നിന്ന് ഞാൻ അവനെ പറിച്ചെടുത്തെങ്കിൽ പിതാവായ ദൈവം തന്റെ ഏകജാതനായ പുത്രനെ എനിക്ക് വേണ്ടി തരുവാൻ, ഹല്ലേലൂയ, ആ ഏകജാതനെ ഏൽപ്പിച്ചു തന്ന സ്നേഹമെന്ന് ആലോചിച്ച് നോക്കി. ക്രൂശിൽ തകർക്കാൻ ഏൽപ്പിച്ചു കൊടുത്തു. ആർക്ക് വേണ്ടി? പാപിയായ എനിക്ക് വേണ്ടി. കർത്താവ് ചോദിച്ചു, നിന്റെ ഭർത്താവിനെ ഞാൻ നരകത്തിലല്ലല്ലോ മോളെ കൊണ്ടുപോയെ, അവൻ സ്വർഗത്തിൽ എന്റെ അടുത്ത് വിശ്വസ്തത സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്റെ അടുത്ത് ഇരിക്കുമല്ലേ, നീ ഇനി അങ്ങോട്ട് വരൂല്ലേ, പിന്നെ നീ എന്തിനാ ഭാരപ്പെട്ടെ? പക്ഷെ എന്റെ മകനെ ഞാൻ നിനക്ക് തന്നത് ഈ പാപലോകത്തിലേക്കല്ലേ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തന്നത്. ഞാൻ സന്തോഷത്തോടെ തന്നില്ലേ? കർത്താവ് യേശു അത് അറിഞ്ഞിട്ടും, യേശു പറഞ്ഞ നിങ്ങൾ പാപികളാണെന്ന് അറിഞ്ഞിട്ടും നമുക്ക് വേണ്ടി തകർക്കാൻ ഏൽപ്പിച്ചൊരു യേശുവാ. യേശു പറഞ്ഞില്ല, ഇവര് പാപികളാ, എനിക്ക് ഇവർക്ക് വേണ്ടി പോകാൻ പറ്റത്തില്ല, ദൈവമേ എന്നെ മാറ്റിക്കോ, വേറെ ആരെങ്കിലും ഏൽപ്പിച്ചോ. കർത്താവ് അത് പറഞ്ഞില്ല. കർത്താവ് റെഡിയായി. കർത്താവിന്റെ ആ സ്നേഹം ഒന്ന് ആലോചിച്ച് നോക്കി. നമ്മുടെ ഹൃദയത്തെ കീറുക. അതാണ് കർത്താവിന് സ്നേഹമുള്ളവരെ ഒരു കോംപ്രമൈസിന് കർത്താവ് മുട്ടിക്കത്തില്ല. അവിടെ കർത്താവിന്റെ സ്നേഹം കർത്താവ് വെളിപ്പെടുത്തിയിരിക്കും. എനിക്കിത് പറയുമ്പോ പേടിയാണ്. കാരണം നമുക്ക് സ്നേഹിക്കാൻ അവകാശമില്ല. വചനം പറയുന്ന പോലെ സ്നേഹം ക്രിസ്തുവിൽ മാത്രം, ക്രിസ്തുവിനോട് മാത്രം. ക്രിസ്തുവിനെ ഡിപ്പെൻഡ് ചെയ്യാത്ത ഒരു സ്നേഹത്തിലേക്ക് നമുക്ക് ദൈവത്തിൽ വിശ്വസിച്ച്, ദൈവത്തെ അനുസരിച്ച്, ദൈവത്തെ സ്നേഹിച്ച്, കർത്താവിന്റെ വിളിപ്രകാരം വിളിക്കപ്പെട്ട് വേർതിരിക്കപ്പെട്ട ദൈവജനത്തിന്, ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ വിശ്വസിച്ച് വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയേണ്ട ഒരു സത്യമുണ്ട്. നമുക്ക് ക്രിസ്തുവിൽ അല്ലാത്ത വേറൊരു സ്നേഹത്തിലേക്ക് പോകാൻ പാടില്ല. വേറൊന്നിലേക്ക് നമുക്ക് സ്നേഹം എന്ന് പറഞ്ഞിറങ്ങി പോകാൻ പറ്റത്തില്ല. കാരണം ആ സ്നേഹമെല്ലാം ഈ ലോകത്തിന്റെയാണ്. കാരണം സ്നേഹിച്ച കർത്താവ് മാത്രമേ സ്വർഗത്തിൽ പോയിട്ടുള്ളൂ. ആ കർത്താവിന്റെ കൂടെ അല്ലാതെ ഓരോ സ്നേഹവും എനിക്കത് എങ്ങനെ പ്രിയ സഹോദരങ്ങളോട് വെളിപ്പെടുത്തണമെന്ന് എനിക്ക് അതുമാതിരി എന്റെ ഹൃദയത്തിന് പറിച്ചെടുത്തോണ്ടാ പോയെ. കാരണം അതുപോലെ ജീവിക്കുന്നവർക്ക് അതിന്റെ വേദന മനസ്സിലാകും. പലപ്പോഴും ഭാര്യമാര്, ഭർത്താക്കന്മാര്, മക്കളൊക്കെ നഷ്ടപ്പെടുമ്പോ എനിക്ക് അതിന്റെ ആഴം മനസ്സിലായില്ല. സത്യമായി ഞാൻ തുറന്നു പറയാം ദൈവസന്നിധിയിൽ. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമുക്ക് ഏറ്റവും വിലയേറിയ ഒരാള്, നമ്മുടെ ഇടവും വലവും നിന്നൊരാള്, നമുക്ക് എല്ലാം എന്ന് പറയുന്ന ആള് നമ്മളിൽ നിന്ന് മാറിപ്പോകുമ്പോ വരുന്ന വേദന അത് കർത്താവിന് അറിയാം. എന്റെ ഇളയ മകനോട് കർത്താവ് പറഞ്ഞു, നിനക്ക് വേദനയുണ്ടോ? നീ വിഷമിക്കണ്ട. നിന്റെ പ്രായത്തിലാ എനിക്ക് എന്റെ അപ്പൻ നഷ്ടപ്പെട്ട യോസഫ്.
അതുകൊണ്ട് മോനെ, എനിക്ക് നിന്റെ വേദന മനസ്സിലാകും. നീ വിഷമിക്കണ്ടാട്ടോ. ഞാൻ പോകാത്തൊരു വഴി കൂടെ ഞാൻ നിന്നെ വിടത്തില്ല കേട്ടോ കുഞ്ഞെ. ഞാൻ നിന്റെ കൂടെയുണ്ട്. എന്റെ കുഞ്ഞത് എന്നോട് പറഞ്ഞപ്പോ ഞാൻ തകർന്നു പോയി. കർത്താവിൽ ഒരു ദിവസം ഞങ്ങൾ ഇവിടുന്ന് പ്രാർത്ഥിക്കുമ്പോ അനാഥരും വിധവകളും എന്നുള്ള വാക്ക് ഞാൻ എടുത്ത് പറഞ്ഞിട്ട് ഞാനത് പറഞ്ഞില്ല. ഞാനത് ഹൃദയത്തിൽ വെച്ചു. കർത്താവ് എന്നോട് ചോദിച്ചു, നീ എന്താ അത് പറയാത്ത? ഞാൻ പറഞ്ഞു, കർത്താവ്, വിധവാന്ന് പറയാൻ എനിക്ക് പറ്റത്തില്ല. എനിക്കത് എന്റെ ഈ ചെറുപ്രായത്തിൽ എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല കർത്താവ്. എന്നെ കൊണ്ട് നടക്കത്തില്ലെന്ന്. കർത്താവ് വേഗം എന്നോട് ചോദിച്ചൊരു കാര്യമാണ്. ബൈബിളില് ഏറ്റവും കൂടുതൽ തവണ എഴുതിയിരിക്കുന്ന ഒരു വാക്കാ, അനാഥർക്കും വിധവകൾക്കും പരദേശിക്ക് ന്യായപാലന ചെയ്യുന്ന ദൈവമാ. അനീതിയും നീതിയും അവർക്ക് വന്നാൽ അവർക്ക് വേണ്ടി എഴുന്നേൽക്കുന്ന ഒരു ദൈവമാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഞാൻ ആ വാക്ക്, ആ വിധവയും അനാഥരും എന്നുള്ള വാക്കിന് ഞാൻ കൊടുത്തിരിക്കുന്നത് അത് നിങ്ങൾക്ക് ഏറ്റവും വിലയേറിയതാണ്. നിങ്ങൾ എന്റെ മുമ്പിൽ ഏറ്റവും വിലയേറിയതാണ്. കാരണം നിങ്ങൾ കഴിഞ്ഞേ ഉള്ളൂ എനിക്ക് താഴ്ത്തുള്ളവരെന്ന്. അങ്ങനെയെങ്കിൽ നീ എന്തിനാ ആ പേര് പറയാൻ നീ ലജ്ജിക്കുന്നേ? കർത്താവ് നമുക്ക് തരുന്ന ധൈര്യമുണ്ടല്ലോ, കർത്താവ് നമ്മളോട് സംസാരിക്കുമ്പോഴുണ്ടല്ലോ, നമ്മുടെ ഉള്ളിലേക്ക് ഒരു തീ കത്തും. അപ്പൊ ശിഷ്യന്മാര് പറയുന്നത് പോലെ. അപ്പൊ എനിക്ക് മനസ്സിലായി, കർത്താവ് അറിയാതെയാണോ ഞാൻ വിധവയായ, എന്റെ കുഞ്ഞുങ്ങൾ അനാഥരായ? ഇന്ന് എനിക്ക് എന്റെ മക്കൾക്കും എനിക്കും പിതാവായ സ്വർഗീയ അപ്പന, ഈ അഖിലാണ്ടത്തിന്റെ മുഴുവൻ ഉടയവനായ എന്റെ പിതാവ്, എന്റെ ഭർത്താവ്, എന്റെ അപ്പനും എന്റെ മക്കൾക്കും എനിക്കും ആ ദൈവത്തിന്റെ മകളാക്കി ദൈവം ഇന്ന് എന്നെ തീർത്തിരിക്കും. എനിക്ക് നേരിട്ട് ചെല്ലാം എന്റെ അപ്പന്റെ അടുത്ത്. അപ്പ, എനിക്കൊരു വിഷയമുണ്ട്. എന്റെ ഹസ്ബൻഡിനെ ഞാൻ അപ്പ എന്നാ വിളിക്കുന്നത്. ഇത് പലപ്പോഴും എനിക്ക് കൺഫ്യൂഷൻ വരും. ഞാൻ ദൈവസന്നിധി ചെന്നിരിക്കുമ്പോൾ ഞാൻ പറയും, കർത്താവ് ഇത് രണ്ടും അപ്പൻ എന്നാ വിളിക്കുന്നത്. ഞാൻ ആരെയാ കർത്താവിന് കൺഫ്യൂഷൻ വരും. കാരണം അങ്ങനെ പോലും ദൈവത്തിന് സംശയം. ഞാൻ തുറന്നു പറയുക, അതുപോലെയായിരുന്നു എനിക്ക് എന്റെ അപ്പ. ദൈവവും ഇത് ഒരു മാറ്റം ഇല്ലാണ്ട് പോയി. പക്ഷെ ഇന്ന് എനിക്ക് മനസ്സിലായി, എന്റെ സ്വർഗീയ പിതാവ്, ആ പേരിലേക്ക് വേറെ ഒരാൾക്കും കയറി വരാൻ പറ്റത്തില്ല. ആ പേരിന്റെ വില എന്ന് പറഞ്ഞാൽ അത് വിലയേറിയതാണ്. അത് സകലത്തിന്റെ മാറാത്ത ദൈവം. അതാ ഞാൻ പറഞ്ഞ, ഭർത്താക്കന്മാരുണ്ടായിട്ട് മാറിപ്പോവാം, ഭാര്യമാര് മാറിപ്പോവാം, മക്കള് മാറിപ്പോകാം. എത്രയോ കുടുംബങ്ങൾ അപ്പനും അമ്മയും തമ്മിൽ സംസാരിക്കുന്നില്ല, അപ്പനും മക്കളും തമ്മിൽ സംസാരിക്കുന്നില്ല. പക്ഷെ നമ്മുടെ ഈ കുടുംബത്തിലോ കർത്താവും നമ്മളും തമ്മിൽ എപ്പോഴും സംസാരിക്കുന്ന ഒരു ബന്ധം, അത് ദൈവം നമുക്ക് തരുവാ. അതിലേക്കാ ദൈവം നമ്മളെ കൊണ്ടുപോകുന്നത്. അതിലേക്കാ ദൈവം നമ്മളെ കൊണ്ടുവന്നത്. അതിനകത്തേക്ക് ഞാൻ ഈ പറയുമ്പോ നിങ്ങൾ ഒരു കഥ കേൾക്കുന്ന പോലെ ഇതിനകത്തിരിക്കരുത്. ഇതിനെ ആഴത്തിലേക്ക് എടുക്കണം, ഇതിനെ ധ്യാനിക്കണം, ദൈവസന്നിധിയിൽ ചിന്തിക്കണം. കർത്താവെ, ഞാൻ ദൈവഹിതം പോലെ ആയിട്ടുണ്ടോ? കർത്താവിന്റെ കയ്യിൽ ഇണങ്ങുന്ന ഒരു ആയുധമായോ? ദൈവത്തിന് ഞാൻ പ്രയോജനപ്പെടുന്നുണ്ടോ? അല്ലെങ്കിൽ ലോകത്തിൽ മാത്രം ജീവിച്ച് ഞാൻ പോകുവാണോ? അല്ല, നമ്മൾ കർത്താവിന് പ്രയോജനമുള്ളവരായി, ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ വിളിച്ചറിയിക്കുന്നവരായി. കർത്താവ് പറഞ്ഞൊരു കാര്യം, കർത്താവ് യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലായിരിക്കുന്നു. ആ യേശുക്രിസ്തുവിനെയാണ് പിതാവായ ദൈവം പരിശുദ്ധാത്മാവിനാണ് ശക്തിയാലും നിറച്ചിട്ട് ഹല്ലേലൂയ സകല ശക്തിയും കൊടുത്തിട്ട് രോഗികളെ സൗഖ്യമാക്കാനും ഭൂതങ്ങളെ സൗഖ്യമാക്കാനും എല്ലാ ശുശ്രൂഷകളും ചെയ്തത്. ആ യേശു ഇന്ന് നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നതെന്ന് നമുക്ക് വിശ്വാസമുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി മാറാൻ പോവുക. ഹല്ലേലൂയ. വിശ്വസിച്ചുകൊണ്ട് ഏറ്റെടുത്തോ ഈ ദിവസങ്ങളിൽ ആ യേശു ക്രിസ്തുവിന് നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ തക്കവണ്ണം നമ്മൾ ഒരുക്കി കൊടുക്കുവാൻ തയ്യാറായ നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതി കർത്താവ് മാറ്റാമോ? കാരണം പിന്നെ പ്രവർത്തിക്കുന്നവൻ യേശു ക്രിസ്തുവാണ്. അല്ലെങ്കിൽ നമ്മളല്ല പ്രവർത്തിക്കുന്നത്, നമ്മളിലൂടെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വ്യാപരിക്കാൻ പോവുക. കർത്താവിന്റെ ആത്മാവ് രാവിലെ മീറ്റിങ്ങിൽ കയറിയപ്പോഴും ആന്റി ശക്തമായി സംസാരിച്ചു. ആന്റിയിലൂടെ, സോഫിയ ആന്റിയിലൂടെ ഇതിനെ ദൈവം വലിയൊരു തലത്തിലേക്ക്, വേറൊരു ലെവലിലേക്ക്, ഇനി അടുത്ത മണ്ഡലങ്ങളിലേക്ക് ദൈവം ഈ മീറ്റിങ്ങിനെ കൊണ്ടുവരാൻ പോവുക. ഇതിനകത്ത് നിന്ന് ഒത്തിരി വെറൈറ്റി ആയിട്ടുള്ള ഇത് ഇപ്പം സഹോദരിമാര് മാത്രമാണെങ്കിൽ ഒത്തിരി സോഷ്യൽ സർവീസ് വർക്കുകളെ ആന്റിയിലൂടെ കർത്താവ് ചെയ്യാൻ പോവുക. അല്ലെങ്കിൽ ഒത്തിരി രോഗികൾ ഇനി മീറ്റിനകത്ത് കടന്നു വരുന്ന അനേക രോഗികൾ സൗഖ്യമാകുവാൻ പോകുക. അനേകം ബന്ധിക്കപ്പെട്ട് കിടക്കുന്നവരെ കർത്താവ് ഇതിനകത്തുകൂടെ പുറത്തു കൊണ്ടുവരാൻ പോകുക. അനേക തളർവാദ രോഗികളെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുകൂടെ പുറത്തു കൊണ്ടുവരാൻ പോകുക. അല്ലെങ്കിൽ രോഗത്തിന്റെ പേരറിയാതെ കിടക്കുന്ന വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് ഇതിനകത്തുകൂടെ പുറത്തു കൊണ്ടുവരാൻ പോകുക. അല്ലെങ്കിൽ ദൈവം വളരെ 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 വ്യക്തമായി സംസാരിക്കും.
ആന്റിയിലൂടെ ദൈവത്തിന്റെ വലിയൊരു കൈവപ്പ് അല്ലെങ്കിൽ കയ്യൊപ്പ് അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ചെയ്യുമെന്ന്. ആന്റിയുടെ കരത്തെ കർത്താവ് പിടിച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ ഇതിനകത്ത് ദൈവത്തിന്റെ അല്ലെങ്കിൽ പ്രവർത്തിക്ക് വേണ്ടി ദൈവം കണ്ട ഒരു ആയുധമാണെന്ന്. നഷ്ടങ്ങളെ ലാഭമാക്കുന്ന ഒരു ദിവസം ദൈവസ്ഥനെ കർത്താവ് വച്ചിട്ടുണ്ടെന്ന്. അല്ലെങ്കിൽ സന്തോഷത്തിന്റെ നാളുകളിലേക്ക് സ്വർഗം ഇനി കൊണ്ടുപോകാൻ പോവുകയാണെന്ന്. ക്രിസ്തുവിനോട് കൂടെ സഞ്ചരിക്കുന്ന ദിനങ്ങൾ ഇനി ദൈവം പരിശുദ്ധാത്മാവ് തരാൻ പോകുകയാണെന്ന്. അല്ലെങ്കിൽ പോകുന്നിടങ്ങളിലൊക്കെ ഒരു പുതിയ എൻട്രൻസ് യേശുവിന്റെ നാമത്തിൽ ആന്റിക്ക് കർത്താവ് തുറക്കാൻ പോവുകയാണെന്ന്. രോഗത്തിന്റെ ബന്ധനങ്ങളിലായിരിക്കുന്ന വ്യക്തികളോട് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ അതേ ഒരു സൗഖ്യത്തിന്റെ ആത്മാവ് ഇപ്പോൾ ഇവിടെ വ്യാപരിക്കുക. അതിരുകളെ വിശാലമാക്കുന്ന ദൈവശക്തി ഇപ്പോൾ അതിന്റെ മേൽ വ്യാപരിക്കുക. മാനസികമായി തകർന്ന വ്യക്തികളിലേക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇപ്പോൾ ഇറങ്ങുകയാണ്. മഹത്വത്തിന്റെ രാജാവ് ഇപ്പോൾ നമ്മുടെ നടുവിൽ മഹത്വത്തിന്റെ രാജാവ് വെളിപ്പെട്ടുകൊണ്ടിരിക്കും. ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുവാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. അടച്ചുവെച്ച മറച്ചുവെച്ച ഹൃദയങ്ങളുണ്ട്. ഒളിച്ചു വെച്ച് രഹസ്യത്തിൽ ചിലത് ചെയ്യുന്ന ഹൃദയങ്ങളെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. തുറന്നു കൊടുത്താൽ ഞാൻ അതിന്റെ അതിരുകളെ വിശാലമാക്കാമെന്ന്. നിന്നെ എന്റെ കയ്യിലേക്ക് തന്ന ഞാൻ നിന്റെ പദ്ധതികളെ മാറ്റി നിന്റെ പദ്ധതികളെ എന്റെ പദ്ധതികളാക്കി ഞാൻ നിനക്ക് പുറത്തു കൊണ്ടേ തരുമെന്ന്. നിന്റെ ഭാരങ്ങളെ നീ നിന്റെ ഹിതത്തിൽ കടന്നു പോകുന്നത് കൊണ്ടാണ് നിന്റെ ജീവിതത്തിനകത്ത് നിനക്ക് ഭാരം വർദ്ധിച്ചിരിക്കുന്നത്. എന്നാൽ നീ അതിനെ എന്റെ കൈകളിൽ തന്നാൽ ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. നിന്റെ ഭാരത്തെ ആ വിഷയത്തെ എന്റെ കരങ്ങളിൽ തന്നെ ഞാൻ അതിനെ ഈസിയാക്കി കൊണ്ടുപോകാമെന്ന്. നിനക്കല്ല ഞാനാണ് അത് ചെയ്യുന്നതെന്ന്. പക്ഷെ നീ പലതും എന്നെ ഏൽപ്പിക്കുന്നില്ലെന്ന് കർത്താവ് വ്യക്തമായി സംസാരിക്കുന്നു. സഹോദരിമാരോട് പല വിഷയങ്ങളും ദൈവത്തോട് സംസാരിക്കുന്നില്ലെന്ന്. ആദരം അടച്ചു വെച്ചിട്ട് ഹൃദയം കൊണ്ട് സംസാരിക്കുന്നു. പക്ഷെ വചനം പറയുന്നത് പോലെ ഹൃദയം എന്നിൽ നിന്നും അകലെയാണ്. നിന്റെ ഹൃദയത്തിലുള്ളത് നീ വായിലൂടെ ഒന്ന് പ്രസ്താവിക്കാൻ തയ്യാറായ അതിനെ ഞാൻ നിറച്ചു തരുമെന്ന്. ഞാൻ അതിന്റെ അതിരുകളെ വിശാലമാക്കി അതിന്റെ അത് എങ്ങനെ ചെയ്യണമെന്ന് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് സംസാരിക്കുന്നു. ഹാലേലൂയ, ഹാലേലൂയ. സഹോദരിമാരോട് ഹാലേലൂയ. പരിശുദ്ധാത്മാവിന്റെ ആ ശക്തി ശക്തമായി ഇതിനകത്ത് വെളിപ്പെടുന്നുണ്ട്. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഇതിനകത്ത് നിറഞ്ഞു നിൽക്കും. ദൈവം ഇടപെടുന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. ഒരു സഖിയായി നമ്മുടെ കൂടെയുണ്ട്. നമ്മളെ ഒറ്റപ്പെടുത്തുമ്പോ കർത്താവ് എന്നോട് പറഞ്ഞ കാര്യം, ഒറ്റയ്ക്ക് വേണം എനിക്ക് നിന്നോട് സംസാരിക്കാനെന്ന്. നമുക്ക് തിരക്കാ, കേൾക്കാൻ സമയമില്ല. കർത്താവ് പലപ്പോഴും പലതും പറഞ്ഞ് നമ്മുടെ അടുത്ത് വരുന്നുണ്ട്. പക്ഷെ നമുക്ക് കേൾക്കാൻ സമയമില്ല. കാരണം നമുക്ക് നമ്മുടേതായ തിരക്കുകളാ, ജോലി ഭാരങ്ങള്, മക്കളുടെ വിഷയങ്ങള്, കുടുംബകാര്യങ്ങള്, പലതിൽ നമ്മൾ നിറഞ്ഞു നിൽക്കുക. പക്ഷെ കർത്താവ് പറയണു, എനിക്ക് ഒത്തിരി സംസാരിക്കാനുണ്ട്. അതുകൊണ്ടാ ചിലവരെയൊക്കെ കർത്താവ് ഇങ്ങനെ ഒറ്റയ്ക്ക് അങ്ങ് മാറ്റി നിർത്തിയേക്കണം. ഇപ്പൊ നമുക്ക് ഒത്തിരി സമയമാവും പ്രാർത്ഥിക്കാൻ. കാരണം വചനം തന്നെ പൗലോസ് അപ്പോസ്തലൻ ഭർത്താവ് ഉണ്ടെങ്കിൽ കൂടുതൽ ഭർത്താവിന് വേണ്ടി, സത്യമാ, ഉള്ള കാര്യമാ, ഭർത്താവിന് വേണ്ടി അല്ലെങ്കിൽ നമുക്ക് പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒത്തിരി 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 കാര്യങ്ങൾ ചെയ്ത് നമ്മുടെ സമയം തീരത്തില്ല. നമുക്ക് ചെയ്താലും തീരത്തില്ല. നമ്മളെല്ലാ സഹോദരിമാരും നമുക്ക് 100 കാര്യങ്ങളാ, നമ്മൾ എത്ര ചെയ്താലും തീരില്ല. പക്ഷേ കർത്താവ് അങ്ങനെയൊക്കെ ആ ഓവർലോഡൊക്കെ കർത്താവ് അങ്ങ് എടുത്തു മാറ്റി കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആവും. അത് ദൈവകരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിക്കുക. കർത്താവ്, എനിക്ക് ചില വിഷയങ്ങൾ ഇത്തിരി ഓവർലോഡാ, എത്ര പറഞ്ഞാലും എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല, എന്റെ സ്വന്തം കഴിവുകൊണ്ട് എനിക്കത് മാറ്റാൻ പറ്റുന്നില്ല. കർത്താവെ, അങ്ങ് അതിനെ ഒന്ന് പരിഹരിക്കണമേ എന്ന് പറഞ്ഞ് ആ അപ്പന്റെ കരങ്ങളിലേക്ക് ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറായ സ്വർഗത്തിലെ ദൈവം നമ്മുടെ ജീവിതത്തിന്റെ സ്ഥിതികളെ മാറ്റും. നമ്മുടെ ജീവിതത്തിലേക്ക് സാക്ഷ്യങ്ങളെ കർത്താവ് കൊണ്ടുവരും. നമ്മുടെ അനുഭവങ്ങൾക്ക് ദൈവം മാറ്റം പകരും. മാറായ മധുരമാക്കിയ ദൈവം, വെള്ളത്തെ വീഞ്ഞാക്കിയ ദൈവം. നമ്മുടെ വെള്ളം പോലെയുള്ള വിഷയങ്ങളുണ്ട്. അതിനെ കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അതിന് രുചിയും മണവും നിറവും വെച്ച് കർത്താവ് തരുമെന്ന്. ചില വിഷയങ്ങളെ പ്രാർത്ഥിച്ച് പ്രാപിക്കാൻ, ഇരുന്ന് പ്രാർത്ഥിച്ച് എനിക്കത് വേണം കർത്താവേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ ഇരുന്ന് മേടിക്കാൻ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ചില വിഷയങ്ങൾക്ക് മറുപടികളില്ലാതെ നാളുകളായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നവരോട് പരിശുദ്ധാത്മാവ് പറയുന്ന ആ വിഷയത്തിനകത്ത് നീ സമയം വേർതിരിച്ചിരുന്ന് ദൈവഹിതം അന്വേഷിച്ച് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുത്താൽ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ ആ വിഷയങ്ങൾക്ക് മറുപടികളെ അയക്കുമെന്ന്. നിന്റെ സമയത്തല്ല, അല്ലെങ്കിൽ നമ്മുടെ സമയത്തല്ല, കർത്താവിന്റെ സമയത്ത് അയക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു. അതായത് നമ്മൾ ഇരിക്കേണ്ട പോലെ ഇരിക്കാനാണ് അവിടെ ആ ഡിലേ വരുത്തിയിരിക്കുന്നത്. അത് ദൈവം നമുക്ക് തരാണ്ടിരിക്കാനല്ല.
പക്ഷെ നമ്മൾ ഇരിക്കേണ്ട പോലെ, ദൈവം ആഗ്രഹിക്കുന്ന പോലെ ഒന്ന് ഇരുന്ന് കൊടുത്താൽ ദൈവം അതിനകത്ത് മറുപടി തരുമെന്ന് പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നു. ഹല്ലേലൂയ. ആകയാല് ഹല്ലേലൂയ, ഇത്ര നേരം സംസാരിപ്പാൻ സ്വർഗത്തിലെ ദൈവം എനിക്ക് അവസരം തന്നു. ഹല്ലേലൂയ. അതിന് പ്രിയ ആന്റിയിലൂടെ ദൈവം അവസരം ഒരുക്കി ഇത്ര നേരം സംസാരിപ്പാൻ കേൾക്കുവാനൊക്കെ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ഹൃദയം തുറന്നു തന്നതിന് പരിശുദ്ധാത്മാവിന് ഒരുപാട് നന്ദി ഞാൻ പറയുന്നു. ഹല്ലേലൂയ. തുടർന്നും ഹല്ലേലൂയ ഈ മീറ്റിംഗ് ഏറ്റവും അനുഗ്രഹമായ രീതിയിൽ മുന്നോട്ട് പോകാൻ കർത്താവ് സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ സമയം കഴിഞ്ഞു. 3-4 മിനിറ്റും കൂടെ ഞാൻ കൂടുതൽ എടുത്ത്. ഹല്ലേലൂയ. ദൈവനാമത്തിൽ ക്ഷമിക്കണം. ഹല്ലേലൂയ. കർത്താവ് നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ്